കലേ. കലയൻ. ഞാനാണ് ഐഷ. ഓഹോ, മിടുക്കി. ഇയാൾ അലി, എന്റെ ബോഡിഗാർഡാണ്. ഐ സി. വളരെ സന്തോഷം. എന്റെ സഹോദരി രജനിയുടെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടായിരുന്നു? യെസ്, നിങ്ങൾക്കെല്ലാം കാത്തിരിക്കുന്നു അറിയിച്ചിട്ടുണ്ട്. ഐ സി. ഞങ്ങൾക്ക് കഴിയും വേഗം പോണം. എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. വരും, നമുക്ക് വീട്ടിലേക്ക് പോകാം. Five not one calling 33. 501 calling 33. 501 calling 33. Over. 33 on the lane. 33 on the lane. 33 on the lane. Over. An important message. വരും. ഞങ്ങളുടെ ഏജന്റ് സ്വിസ് ബാങ്കിൽ നിന്ന് പണവുമായി അടുത്ത ആഴ്ച ഇവിടെ വരും. ഐ സി. ഐഷ രൂപ രഹസ്യമായ ഒരാൾവശം പത്രാധിപർ തമ്പുരാന് പക്കലെത്തിക്കണം. ഓക്കെ. പണം അയക്കുന്നതിന് മുമ്പ് ആ വിവരം രജനെ അറിയിച്ചേക്കണം. യെസ് സർ. അതെ. ആയിഷയ്ക്ക് എന്ത് കമ്മീഷനാണ് ഞങ്ങൾ തരേണ്ടത്? ഞാൻ സാധാരണ ഈ ബിസിനസിന് 5% കമ്മീഷനാണ് വാങ്ങുന്നത്. നീ കാര്യങ്ങൾ ഭദ്രമായി ചെയ്താൽ 1% കൂടി നിനക്ക് സമ്മാനമായി തരുന്നതാണ്. നിങ്ങളുടെ ആളുകൾ വരുമ്പോൾ അലി ബീച്ചിൽ കാണും. അവന്റെ സിഗ്നൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ഓക്കെ. ഇന്നു മുതൽ ആയിഷ ഞങ്ങളുടെ ഇവിടുത്തെ ഏജന്റാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പറയൂ സർ. എന്താ പോലീസ്. നിങ്ങൾ ഉടനെ രക്ഷപ്പെടും. Come on. ദുബായിൽ നിന്ന് വന്നവരുടെ കടപ്പുറത്തുകൂടി രണ്ടുപേർ പെട്ടിയുമായി ഓടിപ്പോന്നു. കമാ. calling Tiger. 33 calling Tiger. 33 calling Tiger. Over. Tiger on the line. Tiger on the line. Tiger on the line. Speak on. Over. MS പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കടൽ മാർഗം പോയിട്ടുണ്ടെന്ന് മെസ്സേജ് ഉണ്ട്. ഇവിടെ കടൽ തീരത്ത് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓവർ. യെസ് യെസ് ഐ സീ. താങ്ക് യു. എന്തെങ്കിലും പുതിയ ന്യൂസ് ആണോ? അതെ, മധുസൂദനൻ എന്ന ഒരു ഇന്റർനാഷണൽ കള്ളക്കടത്തുകാരൻ പോലീസിനെ കബളിപ്പിച്ച് മാഹിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ഏതെങ്കിലും കടൽത്തീരത്ത് അയാൾ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് ഇൻഫർമേഷൻ. സാറിനി ഇരിക്കപ്പുറത്ത് കാണില്ലല്ലോ. ഗീത, ഞാൻ കേരള ഗർജനം പത്രത്തിന്റെ റിപ്പോർട്ടറാണ്. മറ്റേത് പത്രത്തിൽ വരുന്നതിന് മുമ്പേ ഈ മധുസൂദനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ ചോർത്തിയെടുത്ത് ഞാൻ നമ്മുടെ പത്രത്തിന് കൊടുക്കും. സാറിന് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണല്ലോ അത്. അതെ ഗീത, പട്ടാളത്തിൽ വെച്ച് എന്റെ ഒരു കൈപ്പറ്റി നഷ്ടപ്പെട്ടു. നാട്ടിൽ വന്ന ശേഷം ഈ റിപ്പോർട്ടർ ജോലി ഞാൻ തിരഞ്ഞെടുത്തത് സാഹസിക പ്രവൃത്തികളോട് എനിക്കുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ്. പത്രാധിപർ സാർ വരുമ്പോ നല്ല ചൂടുള്ളൊരു വാർത്തയുമായിട്ടേ ഞാൻ തിരിച്ചു വരികയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞേക്ക്. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു.
ഞാൻ ഒരു സ്ഥലം വരെ പോകുന്നു. വരാൻ അല്പം ലേറ്റാകും. എന്നാൽ ആഹാരം കഴിച്ചിട്ട് പോണം. സമയമില്ല. ആഹാരം കഴിക്കാൻ പോലും സമയമില്ലെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ എന്നോട് പിണങ്ങിയില്ലെന്ന് എനിക്കറിയാം. ഒരു പത്ര റിപ്പോർട്ടിലെ ചുമതല ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവളാണല്ലോ നിർമ്മല രാജേന്ദ്രൻ. സോപ്പിടണ്ട. ഇന്ന് പാതി രാത്രി കഴിഞ്ഞേ വരുള്ളൂ എന്ന് അർത്ഥം. വളരെ താമസിച്ചാൽ നിർമ്മല ആഹാരം കഴിച്ചോളൂ. അങ്ങനെ പതിവില്ലല്ലോ. വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. ഒരു വലിയ രഹസ്യ സംഘത്തെ പറ്റി അല്പം അറിവ് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് അന്വേഷിക്കാൻ പോവുകയാണ്. വല്ല അപകടത്തിനും പോയി ചാടില്ല കേട്ടോ. ഹേയ്, സുരക്ഷിതമാണല്ലോ. ഒരു കുഞ്ഞു പോലും ഈ പരിസരത്ത് വരില്ല. നൗ യു ക്യാൻ ഡിസ്ക്ലോസ്. ചേട്ടാ, എന്താ കരയുന്നത്? എന്താ അനിയത്തി? ഇവിടെ എത്തുന്നത് വരെ ഞാൻ ഭയന്ന് വിറക്കിയായിരുന്നു. അനിയത്തി, ഞാൻ ഗൾഫിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വരെ എത്തിയില്ലേ? ഇനി ഒന്നിനെ പറ്റി പേടിക്കാറില്ല. എല്ലാ പത്രങ്ങളിലും ചേട്ടന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള പരസ്യമുണ്ട്. പിടിച്ചു കൊടുക്കുന്നവർക്ക് 50,000 രൂപയാണ് പാരിതോഷികം. നമ്മുടെ ഏജന്റ് ഏത് വഴിക്കാണ് മാഹിയിൽ വരുന്നത്? പേഴ്സ്യൻ ഗൾഫ് വഴി കപ്പലിൽ പോരാനാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അയാൾ മാഹിയിലെത്തി സ്വിസ് ബാങ്കിലെ നമ്മുടെ പണം ഡ്രോ ചെയ്യിച്ചു വരുമ്പോൾ വളരെ സമയമെടുക്കില്ലേ? 1 മാസമെങ്കിലും ആകും. ഗവൺമെന്റ് ലെവലിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് സാർ ഒതുങ്ങി താമസിക്കുന്നല്ലേ നല്ലത്. എടോ, സിറ്റിയിൽ നിന്നും വളരെ അകലെയല്ലാത്തതുകൊണ്ട് ഇവിടെ കഴിയുന്നത് കുറവാണ്. എന്താ ചേട്ടാ? എടീ, കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം എവിടെയുണ്ട്? ചേട്ടാ, നമ്മുടെ പത്രാധിപർ തമ്പുരാന് വാളയാറിലൊരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ട്. കാട്ടിന്റെ നടുക്ക. ദാറ്റ്സ് എ ഗുഡ് പ്രപ്പോസൽ. തമ്പുരാൻ, ഞാൻ MS. ഞാൻ നിങ്ങളുടെ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? തൽക്കാലം ഒന്നുമില്ല. പക്ഷെ ഇവിടെ നിന്ന് മാറണം. നിങ്ങളുടെ വാളയാറിലെ എസ്റ്റേറ്റ് ആയാലും എങ്ങനെ? സേഫ്. ഉടനെ ഏർപ്പാട് ചെയ്തിട്ട് വിവരം അറിയിക്കാം. താങ്ക് യു വെരി മച്ച്. സൂക്ഷിക്കണം. നിങ്ങളുടെ കാര്യം എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. നമ്മുടെ പത്രത്തിലുണ്ടോ? ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം പൊതുജനം അറിയരുതല്ലോ. ആദ്യരാത്രി കഴിഞ്ഞ് ഞാനും വരാം. ഓക്കെ ഓക്കെ. ചേട്ടാ, ഞാൻ പോകുന്നു. അദ്ദേഹം വരുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അളിയൻ എങ്ങനെ ഇരിക്കുന്നു? ചേട്ടന്റെ പേര് കേട്ടാൽ ഇപ്പോഴും കലിതുള്ളൂ. സാരമില്ല, എന്റെ പണമൊക്കെ ഒന്ന് കൈ വന്നോട്ടെ. ഞാൻ അളിയനെ പാട്ടിലാക്കിക്കോളാം. ഞാൻ രാവിലെ വരാം. ശരി. രജനി, ഇവിടെ വരൂ. ഇത് കണ്ടോ? എന്തുവാ? ആ എംബോക്കെ ഉണ്ടല്ലോ, നിന്റെ ചേട്ടൻ മധുസൂദനൻ ദുബായിൽ നിന്ന് ലക്ഷങ്ങളും തട്ടിക്കൊണ്ട് മുങ്ങിക്കളഞ്ഞെന്ന്. എന്റെ ചേട്ടനാവില്ല. പിന്നെ അവന്റെ അച്ഛന്റെ ഫോട്ടോ ആണ്. ഓ, അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛനാണല്ലോ. പത്രത്തിൽ എഴുതിയിരിക്കുന്ന സത്യമാണോന്നുണ്ടോ? പത്രക്കാരൊക്കെ നുണയാണോ? മുഴുവൻ നുണയാണോന്നില്ല. നിന്റെ സഹോദരനായതുകൊണ്ട് ഇത് 100% ശരിയായിരിക്കും. ആർക്കും തെറ്റുപറ്റിയെന്നിരിക്കും. ചിലർ ചെയ്യുന്ന തെറ്റ് പരസ്യമാകും, ചിലരുടേത് രഹസ്യമായിരിക്കും. അവൻ ചെയ്ത തെറ്റ് രഹസ്യമല്ലാത്തതുകൊണ്ടാണ് പത്രത്തിൽ വന്നത്. അറബി രാജ്യത്ത് തട്ടിപ്പ് നടത്തുന്നതിന് ശിക്ഷ എന്താണെന്ന് അറിയാമോ? കൈവെട്ടും. പരസ്യമായിട്ട് ആൾക്കാരുടെ മുമ്പ് വെച്ച് ചാട്ടവാറുകൊണ്ട് അടിക്കും, വെടിവെച്ച് കൊല്ലും. അതുകൊണ്ടാണ് അവൻ മുങ്ങിക്കളഞ്ഞത്. അതിനിപ്പോ ഞാനെന്ത് വേണം? അവനിവിടെ വന്ന് അടിച്ചില്ലാത്ത കേട്ടതെന്ന്. എന്റെ ചേട്ടനോട് വരികയുമില്ല, വന്നാൽ നന്നിട്ട് കയറ്റുകയുമില്ല. പോരെ.
ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ബ്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപകടമാണ്. ഏതെങ്കിലും CBI ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞാൽ കയ്യോടെ വിടുന്നു. ശരിയാണ്. വാളയാറിൽ എവിടെ താമസിക്കും? എസ്റ്റേറ്റിൽ ബംഗ്ലാവ് കാണുമായിരിക്കും. അവിടെ പുതുതായി ഒരാൾ താമസിക്കാൻ ചെല്ലുമ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നില്ലേ? അതൊക്കെ തമ്പുരാൻ നോക്കുള്ളൂ. ഏതായാലും പത്രത്തിൽ ഫോട്ടോ വന്ന സ്ഥിതിക്ക് പകൽ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആരാണ്? കടൽ തീരത്ത് മുഴുവൻ കാവലേർപ്പെടുത്തിയിട്ടും ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. ഏതായാലും രാജേട്ടന് വിവരം തന്നതിന് വളരെ നന്ദി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. നമ്മുടെ പത്രത്തിൽ ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കേണ്ടെന്ന് എഡിറ്റേഴ്സിന്റെയും റിപ്പോർട്ടേഴ്സിന്റെയും മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുള്ളതല്ലേ? അത് മിസ്റ്റർ രാജേന്ദ്രൻ മറന്നുപോയി. കേരള ഗർജനം പത്രത്തിന്റെ പത്രാധിപരാണ് മിസ്റ്റർ തമ്പുരാൻ. ഇതൊരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ഈ വാർത്ത നമ്മുടെ പത്രത്തിൽ വേണ്ടെന്ന് പറയുന്നത് സങ്കടമാണ്. ഐ എം വെരി സോറി മിസ്റ്റർ രാജേന്ദ്രൻ. ഇതാരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന കാര്യമല്ല സർ. വളരെ സെൻസേഷൻ സൃഷ്ടിക്കുന്ന ഒരു വാർത്തയായിരിക്കും. സെൻസേഷൻ സൃഷ്ടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മതിയോ? ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് പത്രം ഓഫീസ് അടച്ചുപൂട്ടേണ്ടി വന്നാലോ? അതൊരിക്കലും ഉണ്ടാവില്ല സർ. സമൂഹദ്രോഹികളെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് പത്രധർമ്മം. പത്രധർമ്മം ഏതായാലും അതിന്റെ പേരിൽ നാട്ടിലുള്ള വലിയ ആളുകളൊക്കെ ശത്രുക്കളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓൾറൈറ്റ്, നിങ്ങളുടെ ഈ തീരുമാനത്തിൽ എനിക്ക് സഹതാപമുണ്ട് സാർ. ഈ വാർത്ത പ്രസിദ്ധീകരിക്കാൻ 100 പത്രങ്ങൾ ഈ നാട്ടിലുണ്ട്. ഞാൻ ഇത് ഏതെങ്കിലും ഒരു പത്രത്തിന് കൊടുക്കും.
നിൽക്കും മിസ്റ്റർ രാജേന്ദ്രൻ. നിങ്ങൾ പിണങ്ങി പോവാണ്. പിന്നല്ലാതെ നട്ടലുള്ളവർ ആരെങ്കിലും ഈ വാർത്ത വേണ്ടെന്ന് വെക്കുമോ? ക്ഷമിക്കൂ, ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചാണ്. പരീക്ഷിച്ചത്? അതെ, നിങ്ങളാണ് യഥാർത്ഥ പത്രപ്രവർത്തകൻ. പത്രധർമ്മം ജനങ്ങളുടെ വികാരമാണെന്ന് മനസ്സിലാക്കിയ ധീരനാണ് നിങ്ങൾ. വരൂ, കമോൺ, ഇരിക്കൂ. ഇത് വാങ്ങും. ഒരു ഇന്റർനാഷണൽ ന്യൂസ് കൊണ്ടുവന്നതിന് എന്റെ ഒരു ചെറിയ സമ്മാനമാണ്. വേണ്ട സർ, ഈ സമ്മാനത്തേക്കാൾ വലുതാണ് ഈ വാർത്ത നാളത്തെ പത്രത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ച് കാണുന്നത്. വെരി ഗുഡ്. രാജേന്ദ്രനെ പോലുള്ള ആദർശശാലികളാണ് കേരള ഗർജനത്തിന്റെ സ്വത്ത്. റീറ്റ, പ്ലീസ് കം. സർ. റീറ്റ, ഹോട്ടൽ സീ ലാൻഡ്സിൽ ഒരു ടേബിൾ ബുക്ക് ചെയ്തേക്കും ഫോർ 2 persons. യെസ് സർ. കമോൺ മിസ്റ്റർ രാജേന്ദ്രൻ, നമുക്കിന്നൊന്ന് ആഘോഷിക്കാം. കമോൺ, കം.
മിസ്റ്റർ മിസ്റ്റർ Come on, hurry, mister. മിസ്റ്റർ മിസ്റ്റർ ഇയാൾ നല്ലപോലെ കുടിച്ചിട്ടുണ്ട്. തൂക്കിയെടുത്ത് ജേബിൽ കയറ്റും. ഞാനാണ് തമ്പുരാൻ. ഇനി അവിടെ താമസിക്കുന്ന അപകടമാണ്. ഉടനെ സ്ഥലം മാറണം. എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോക്കുള്ളൂ. അവിടെ നമ്മുടെ ആളുകളുണ്ട്. ഓക്കെ? ഇറങ്ങി വരൂ. ഇറങ്ങി വരെ. കരയാതെ നിർമ്മലേ. ഇങ്ങനൊരു കാഴ്ച കാണേണ്ടി വരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ക്ഷമിക്കൂ നിർമ്മലേ. മദ്യപിച്ച് പരിചയമില്ലാത്ത ഞാൻ പത്രാധിപർ നിർബന്ധിച്ചതുകൊണ്ട് ആദ്യമായി ഇന്നലെ ഞാൻ അല്പം കുടിച്ചു. അബോധാവസ്ഥയിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം ആ നിലയിൽ നിങ്ങൾ എങ്ങനെ തനിയെ വീട്ടിലേക്ക് അയച്ചു? എന്തോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ വിവരങ്ങൾ അറിയിക്കാനാണ് ഞാൻ രാത്രി ഓഫീസിൽ ചെന്നത്. റെയിൽവേ ക്രോസിൽ നിന്നാണ് പോലീസിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഏതായാലും നീ ചന്ദ്രന്റെ വിവരം ഒന്ന് അറിയിക്കണം. അറിയിക്കാം. എന്റെ ക്യാമറയും ടേപ്പ് റെക്കോർഡറും ഒക്കെ എവിടെ പോയെന്നറിയില്ല. ഈ പറഞ്ഞ 2 സാധനങ്ങളും ഇവിടെ കിട്ടിയിട്ടില്ല. എന്താ നടന്നെന്ന് ഒന്ന് ദയവ് ചെയ്ത് പറയാമോ? പറയാം. ഏതോ മർമ്മപ്രധാനമായ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മിസ്റ്റർ രാജേന്ദ്രൻ കുടിച്ചിലക്കില്ലാതെ ഇവിടെ വന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് തന്നെത്താൻ കാറോടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടത്. പക്ഷെ കേൾക്കണ്ടേ? ഇല്ല, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് തന്നെയായിരുന്നു എന്റെ വിശ്വാസം. പക്ഷെ നടന്നതാണ്. പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ജാമ്യത്തിൽ ഇറക്കാൻ എന്റെ സർവ്വശ്രമവും ഞാൻ നടത്തി നോക്കി. പക്ഷെ പോലീസ് ഓഫീസേഴ്സ് മുഴുവൻ രാജേന്ദ്രനെതിരാണ്. അതെന്താ? ഉദ്യോഗസ്ഥന്മാരെ താരടിച്ച് കാണിക്കുന്ന റിപ്പോർട്ടുകളല്ലേ രാജേന്ദ്രൻ പത്രത്തിന് കൊടുക്കുന്നത്. അപ്പോ പിന്നെ വൈരാഗ്യം കാണാതിരിക്കുമോ? നിങ്ങൾ പറയുന്നത് മുഴുവനും നുണയാണ്. എന്റെ ഭർത്താവിനെ എനിക്ക് നല്ലതുപോലെ അറിയാം. അദ്ദേഹം കണ്ടുപിടിച്ച കള്ളക്കടത്തുകാരനുമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് എന്റെ ഭർത്താവിനെ നിങ്ങൾ മനഃപൂർവ്വം ഒരു കെണിയിലാക്കി. അദ്ദേഹത്തെ നിങ്ങൾ ചതിക്കില്ലേ ചെയ്തത്? മിസ്സിസ് രാജേന്ദ്രൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യം. നിരപരാധിയായ എന്റെ ഭർത്താവിനെ ജയിലിലടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ സത്യത്തിന്റെ വാമൂടി കെട്ടാൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല. എന്റെ ഭർത്താവിന്റെ കഴിവുകളെ മാനിക്കുന്ന 100 പത്രങ്ങൾ ഈ നാട്ടിലുണ്ട്. ആ പത്രങ്ങളിലൂടെ നിങ്ങളുടെ ഈ വഞ്ചനയുടെ കഥ ഞാൻ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ ആരാണ്? ഈ മുറിയിൽ എങ്ങനെ കിടന്നു? ന്യായമായ ചോദ്യം. ഞാൻ ആരാണെന്ന് തൽക്കാലം അറിയട്ടെ.
ഏത് പൂട്ടിയ മുറിക്കുള്ളിലും കടക്കാൻ കഴിവുള്ള ആളാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത് മതി. നിങ്ങൾക്ക് എന്ത് വേണം? ഇതെന്താണെന്ന് അറിയാമോ? തോക്ക്. പത്രാധിപരെ പോയി വിരട്ടിയിട്ട് വരികയാണല്ലേ? നിന്റെ ഭർത്താവിന് പറ്റിയ കുഴപ്പങ്ങളെ പറ്റി ഏതെങ്കിലും പത്രക്കാരെ അറിയിച്ചാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. ഒരു കാര്യം കൂടി, ഇങ്ങനെ ഒരാളിവിടെ വന്ന വിവരം പുറത്തൊരു ജീവിയോട് പോലും മിണ്ടിപ്പോരുത്. ഭർത്താവിനോട് പോലും. പൂട്ടിയിട്ട് ഈ മുറിക്കുള്ളിൽ കിടന്ന് എനിക്ക് ജയിലിനുള്ളിൽ കിടന്നും ഒരാളെ കൊല്ലാൻ കഴിയുമെന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. ഹലോ. ഉണ്ടല്ലോ, കൊടുക്കാം സാർ. കോൾ ഫോർ യു. യെസ്, തമ്പുരാൻ ഹിയർ. രാജേന്ദ്രനെ ശിക്ഷിച്ചോ? 6 മാസത്തേക്കോ? വെരി ഗുഡ്. ഇനി കുറെ കാലത്തേക്ക് അവനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. ഓക്കെ. കൊലപാതകമോ പിടിച്ചുപറിയോ മോഷണോ? ഇതൊന്നുമല്ല. ബലാത്സംഗമായിരിക്കും. അതുമല്ല. പിന്നെ നിന്റെ അമ്മയുടെ നായരെ ചോറണമെന്നാണോടാ? ഊക്കം വെട്ടാശാനെ സമ്മതിച്ചിരിക്കുന്നു. ആശാൻ ആരായാലും ശരി, ഇന്ന് പോലെ നമ്മുടെ ദോസ്ത്. കൈകൊട്. അയ്യോ, ആ കൈ വേണ്ട. ആശ ഒരു വീടി വലിക്കുന്നോ? വേണ്ട. എന്നാ ശരി, ഞാൻ വലിക്കാം. അപ്പോ ഒരു തെറ്റും ചെയ്യാത്ത ആശാനെ അവർ ചതിക്കുകയായിരുന്നു അല്ലേ? അതെ. സാരമില്ല ആശാനെ, 6 മാസം കഴിയുമ്പോ നമുക്കവരെ കാണാമല്ലോ. അന്ന് നമുക്കൊരു കൈ നോക്കാം. ആട്ടെ, ബാബു ഇങ്ങനെ ഇവിടെ വന്നു? ഞാൻ ആസാമിലായിരുന്നു ആശാനെ, ഭാര്യ നാട്ടിലും. വേല ചെയ്ത് കിട്ടിയ കാശ് മുഴുവൻ ഞാൻ അവക്ക് അയച്ചു കൊടുത്തു. ഓണത്തിന് നാട്ടിൽ വന്നപ്പോ അവക്കൊരു അസുഖം. എന്തസുഖം? ഒരു ചെറിയ ഗർഭം. എന്റെ വകയല്ല, അയൽവക്കത്തെ നാരായണന്റെ വക. എന്നിട്ട് നീ എന്ത് ചെയ്തു? എന്തോ ചെയ്യാനാ, ഒറ്റ കുത്ത് ഞാൻ അവളെ കൊന്നു. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ആട്ടെ, ആശാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. അവളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഒരു വിഷമവും വേണ്ട ആശാനെ. ഇങ്ങോട്ട് നോക്കി. ഈ പെണ്ണെന്ന് പറയുന്ന വർഗത്തെ വിശ്വസിച്ചുകൂടാ. എന്റെ ഭാര്യ അത്രക്കാരിയല്ലടാ. ആ, ആശാന്റെ വിശ്വാസം ആശാനെ രക്ഷിക്കട്ടെ. Exercise begin. 1, 2, 3, 4, 5. ആശാനെ, 5 മാസം നമ്മൾ ഒരുമിച്ച് ജീവിച്ചു. ഇന്ന് എന്റെ അവധി തീർന്നു. ആശാനെ പിരിഞ്ഞു പോകാൻ എനിക്ക് വിഷമമുണ്ട്. നീ കൂട്ടിനുണ്ടായിരുന്നത് എനിക്കും ഒരു ആശ്വാസമായിരുന്നടാ. 1 മാസം കഴിയുമ്പോൾ ആശാനും പുറത്തു വരാമല്ലോ. നമുക്കിനി കാണാം ആശാനെ. നിനക്ക് നല്ലത് വരട്ടെ. ഞാൻ വരട്ടെ.
നമസ്തേ. നമസ്തേ. ഒരാഴ്ചയല്ലോ ബീന ഇങ്ങോട്ട് വന്നിട്ട്. സമയം കിട്ടിയില്ല ടീച്ചർ. ടീച്ചർ, ഞാൻ ഈ ചോക്ലേറ്റ് കുട്ടികൾക്ക് കൊടുത്തോട്ടെ? എന്തിനാ അനുവാദം ചോദിക്കുന്നേ? കൊടുത്തോളൂ. എന്റെ മോളെ, നാളെ നിന്റെ ജന്മനാളാണ്. എല്ലാ ഐശ്വര്യങ്ങളുമുള്ള വീട്ടിൽ എന്റെ മകളായിട്ട് വളരാൻ നിനക്ക് ഭാഗ്യമില്ലാതെ പോയി. ഈ അമ്മയ്ക്ക് മാപ്പ് തരും മോളെ. ഇനി മിനി തന്നെ കൂട്ടുകാർ കൊടുത്തോളൂ. ദീനയ്ക്ക് മിനിയെ വലിയ ഇഷ്ടമാണല്ലേ? എനിക്ക് എല്ലാ കുട്ടികളെയും ഇഷ്ടമാണ് ടീച്ചർ. എല്ലാവരും മാതാപിതാക്കളുടെ ലാളനയേറ്റ് വളരേണ്ട കുഞ്ഞുങ്ങളാണ്. പക്ഷേ പെറ്റ അമ്മമാരെ പോലും തിരിച്ചറിയാതെ അനാഥരായി അവരിവിടെ കഴിയുന്നു. ടീച്ചർ, ഇതാ 1000 രൂപയുണ്ട്. ഇത് മേറ്റിനെ ഏൽപ്പിക്കണം. ഇതെന്തിനാ പിന്നെ? നാളെ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു സദ്യ കൊടുക്കണം. സൗകര്യപ്പെട്ടാൽ എല്ലാവരും കൂടി കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോകണം. നാളെ എന്താ വിശേഷം? നാളെ ഒന്നുമില്ല. നാളെ അവരൊന്ന് സന്തോഷിക്കട്ടെ എന്ന് കരുതി. പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ നല്ല മനസ്സാണ് അനാഥരായ കുഞ്ഞുങ്ങൾക്ക് തണൽ. ഞാൻ മേട്ടനോട് പറഞ്ഞ് എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. ദൈവം ഒന്ന്, അമ്മയൊന്ന്, മനുഷ്യനു മതമൊന്ന്. 2 കണ്ണു 2, കാത് 2, ആനയ്ക്ക് കൊമ്പ് 2. രണ്ടും ഒന്നും കൂട്ടിയാൽ 3. ഒന്നും രണ്ടും കൂട്ടിയാൽ 3. തെങ്ങിൽ വിളയും തേങ്ങയ്ക്കും ഗംഗാനാഥൻ ഭഗവാനും കണ്ണുകൾ 3. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരരാ മോദികൾ 3. 3ഉം 1ഉം കൂട്ടിയാൽ 4. 2ഉം 2ഉം കൂട്ടിയാൽ 4. ചെമ്മരിയാട്ടിൻ കുട്ടിക്കും പുള്ളിപ്പശുവിൻ കിടാവിനും കാലുകൾ 4. സൃഷ്ടി നടത്തും ബ്രഹ്മാവിനും മുഖങ്ങൾ 4. നാലും ഒന്നും 5, 3ഉം 2ഉം 5. പഞ്ചേന്ദ്രിയങ്ങൾ 5, പഞ്ചഭൂതങ്ങളും 5, പഞ്ചശീലങ്ങളും 5ആണെങ്കിൽ പഞ്ചവാദ്യങ്ങളും 5ല്ലോ. 5ഉം 1ഉം 3ഉം 3ഉം 6. മുരുകനുമുഖങ്ങൾ 6, ഋതുക്കളാകെയും 6. ഷഡംഗമെന്നതു 6ആണെങ്കിൽ ഷഡ്കർമ്മങ്ങളും 6ല്ലോ. 6ഉം 1ഉം ചേർന്നാൽ
അഞ്ചും നാലും അത് ശരി. ഓ ഓക്കെ. ജാഫറാ വിളിച്ചത്. എന്തു പറഞ്ഞു? ബീരാൻ സാഹിബ് ഞെരുക്കത്തിലാണ്. തൽക്കാലം സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന്. അപ്പോ അതും അങ്ങനെയായി. എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉടനെ ഉണ്ടാക്കിയേ പറ്റൂ. മേനോന്റെ പെട്ടിയിൽ ലക്ഷക്കണക്കിന് രൂപ ഇരിപ്പുണ്ടല്ലോ. രജനിക്കൊന്ന് ശ്രമിച്ചുകൂടെ? ചോദിച്ചാൽ തരില്ല. മോഷ്ടിക്കാൻ പറ്റുകയുമില്ല. താക്കോലും വിഴുങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഉറങ്ങുന്നത്. ഇങ്ങനെ ഒരാളുണ്ടോ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? അദ്ദേഹം ജയിലിലാണെന്ന് ചന്ദ്രൻ അറിയാമല്ലോ. ഒരാപത്ത് വന്നപ്പോൾ ഒന്ന് സഹായിക്കാൻ നിങ്ങൾ ആരും വന്നില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ഇതുവരെ ഒന്നും അന്വേഷിച്ചില്ലല്ലോ. ക്ഷമിക്കണം ചേച്ചി, ഞാനൊരു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായിരുന്നു. ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഏതായാലും കഴിഞ്ഞു. ഒരു സന്തോഷ വാർത്ത ചേച്ചി അറിയിക്കാനാണ് ഞാൻ വന്നത്. എന്താണ്? രാജേട്ടൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങും. ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരും. വെല്ലടിച്ചു. ഞാൻ വരട്ടെ. ശരി, നമുക്ക് നാളെ കാണാം. നിർമ്മലേ, കരയാതെ. നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു അഗ്നിപരീക്ഷ കൂടി കഴിഞ്ഞു. ഇത്ര വലിയ മനസാന്നിധ്യത്തോടെ നീ അത് നേരിട്ടതാണ് എന്റെ വിജയം. കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് ഞാൻ എങ്ങനെയാ കഴിഞ്ഞെന്നറിയാമോ? ചന്ദ്രൻ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. ഇനി അങ്ങ് മറ്റെന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എന്റെ കടമ ചെയ്തു. പക്ഷേ പല വലിയ ആളുകളും ചേർന്ന് എന്നെ കുരുക്കിലാക്കി. അവരെ ഭയന്ന് ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ അതാണത്വമാണ്. സ്വന്തം രക്ഷയെ കരുതിയാണ് ഞാൻ പറയുന്നത്. യുദ്ധക്കളത്തിൽ വെടിയേറ്റ് വീണിട്ട് എന്റെ കൈപ്പത്തി മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. ഈ ജീവൻ ദൈവം എടുക്കാതിരുന്നത് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാനുള്ളതെന്ന് ആർക്കറിയാം. ഈ ചിരിയാണ് എന്റെ ഏറ്റവും വലിയ സ്വത്ത്. ഇത് മായാതിരുന്നാൽ ഞാൻ ഒരിക്കലും തോക്കില്ല. പിന്നെ എന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടില്ല. ഈ നാട്ടിലെവിടെയോ ഉണ്ട്. എനിക്കൊരു കത്ത് വന്നു. ചേട്ടൻ പണം തട്ടിയെടുത്തോണ്ട് കടന്നു കളഞ്ഞു എന്ന് പറയുന്നത് നുണയാണ്. ആരും ചതിച്ചതാ. സത്യം പറഞ്ഞാൽ ഇപ്പൊ കയ്യിൽ കാശൊന്നും ഇല്ലാതെ കടന്ന് വിഷമിക്കാണ്. ഒന്നുമില്ലെങ്കിലും അവൻ എന്റെ അളിയനല്ലേ രജനി.
നീ ഒരു കാര്യം ചെയ്യ്. ആരുടെയും കണ്ണിപ്പെടാതെ അവൻ ഇവിടെ വരാൻ നീ ഒരു എഴുത്ത്. ഇവിടെ വരാനോ? അത് തന്നെ, അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ 50,000 രൂപ കിട്ടും. എഴുന്നേൽക്കൂ. കാപ്പി. നേരത്തെ എഴുന്നേറ്റ് കുളിച്ചൊരിക്കണം. ഇന്നലെ താമസിച്ചല്ലോ ഉറങ്ങിയത്, അതുകൊണ്ട് അല്പം നീട്ട. എത്ര മണി മുതൽ ഓർഫനേജിലെ ഡ്യൂട്ടി? കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലിയില്ലേ, അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകും. സന്ധ്യയാകുമോ വരാൻ? 7-7:30 മണിയാവും. ഈ ജോലി വേണ്ടായിരുന്നു. വേണ്ടെന്ന് വെച്ചാ പറ്റുമോ? ഈ ജോലി കിട്ടിയതുകൊണ്ടാണ് 6 മാസം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ കഴിഞ്ഞത്. എന്നിട്ടും വാടക കുടിശ്ശിയായി. ഈ ബുദ്ധിമുട്ടെല്ലാം മാറും നിർമ്മലേ. എനിക്കൊരു നല്ല ജോലി കിട്ടാതിരിക്കില്ല. കിട്ടുന്നത് വരെ ഞാൻ ഈ ജോലി ചെയ്യട്ടെ. ഒരു വിശ്രമവും ഇല്ലാത്ത ജോലി. എന്നാലും മനസ്സുകൊണ്ട് പ്രസവിക്കാത്തൊരമ്മയാണ് ഞാൻ. ഒരു കുഞ്ഞിന്റെ അല്ല, അനേകം അനാഥ കുഞ്ഞുങ്ങളുടെ. ആ, ഇതാ. ഇതെന്താ? ഒരു പുതിയ ടേപ്പ് റെക്കോർഡറും ക്യാമറയും. ഇൻഷുറൻസിൽ നിന്ന് ലോൺ കിട്ടി, ആ പണം കൊണ്ട് വാങ്ങിയതാ. ഞാനിനി ഈ ജോലിക്ക് പോകണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞാലും പോകുമെന്ന് എനിക്കറിയാമല്ലോ. ഇത്ര ഔചിത്യത്തോട് തന്ന ഈ സമ്മാനത്തിന് ഒരു പ്രതിസമ്മാനം വേണ്ടേ? നോ, അത് വിശദമായിട്ട് വൈകിട്ട് തന്നാൽ മതി. എഴുന്നേറ്റ് കുളിച്ചാട്ടെ. കാപ്പിയും പലഹാരവും മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോകാവൂ. വരട്ടെ. ഈ പദ്ധതി ശരിക്കും നടപ്പിലാക്കിയാൽ മേനോന്റെ പെട്ടിയിലിരിക്കുന്ന പണം അയാളെ തന്നെ എടുത്ത് തരും. എന്തെങ്കിലും സംശയം തോന്നുകേട്ടാ? സംശയം തോന്നാത്ത എന്ത് ചെയ്യണം? പക്ഷേ അവന് പറ്റിയൊരാളെ കണ്ടുപിടിക്കണം. അവൻ വിശ്വസ്തനല്ലെങ്കിൽ എല്ലാം കുഴപ്പത്തിലാവും. തമ്പുരാനെ, ഭയപ്പെട്ടാൽ ഒന്നും നടക്കില്ല. ചവിട്ടി കയറിയവനെ ഉയരത്തിലെത്തിയിട്ടുള്ളൂ. സംഗതിയൊക്കെ ശരിയാ, പക്ഷേ പൂച്ചയുടെ കഴുത്തിൽ 6 മണി കെട്ടും. പറ്റിയൊരാളെ കണ്ടുപിടിക്കാമെന്ന് ഞാനും നോക്കട്ടെ. ചോറ് വിളമ്പി വെച്ച് കാത്തിരുന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി. എനിക്കൊന്നും വേണമെന്നില്ല. ശകലം വല്ലതും കഴിച്ചിട്ട് കിടക്കാം. നീ വല്ലതും കഴിച്ചു? വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. 6 മാസം ഒറ്റയ്ക്ക് ആഹാരം കഴിച്ചു. ഇനി വയ്യ. 6 മാസം 6 വർഷം പോലെയാണ് ഞാൻ ജയിലിൽ കഴിച്ചത്. വേർപാടിന്റെ വേദന എന്താണെന്ന് അന്നാണ് ഞാൻ അറിഞ്ഞത്. എന്താ എത്ര താമസിച്ചത്? ഉദ്യോഗം തിരക്കി പല സ്ഥലത്തും പോയി. എന്നിട്ടെന്തായി? ഞാൻ ജയിലിൽ പോയി വന്നതുകൊണ്ട് ചിലർക്കൊക്കെ ഒരതൃപ്തി. സാരമില്ല, 1000 വാതിലുകളിലെ മുട്ടാൻ ഏതെങ്കിലും ഒന്ന് തുറക്കും. നീ ധൈര്യമായിരിക്കുക. ഏതായാലും പോയി കൈ കഴുകിയിട്ട് വരൂ, വല്ലതും കഴിക്കാം. ആശാനേത് ഞാനാ, ബാബു. പണ്ട് ആശാനോട് ജയിലുണ്ടായിരുന്നല്ലേ? ആ,
ബാബു അതെ ആശാനെ. ഇതാ. താങ്ക്സ്. ഇതാ. എന്തിനാ ഇത്? എന്തൊരു സമ്മാനം. നഷ്ടപ്പെട്ട മാല തിരിച്ചു കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അത് തന്നെയാ എനിക്കുള്ള സമ്മാനം. ചെയ്ത ഉപകാരത്തിന് ഒരു നന്ദിയായിട്ടെങ്കിലും. കൂലിക്ക് വേണ്ടിയല്ല ഞാനിത് ചെയ്തത്. എന്റെ ആശാനെ അങ്ങനെയൊന്നും വിലക്ക് മേടിക്കാൻ പറ്റില്ല പെങ്ങളെ. പെങ്ങള് വേഗം വീട് പറ്റാൻ നോക്കും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വരട്ടെ. ഏതാടാ സ്ത്രീ? ആർക്കറിയാം? നീ എങ്ങനെ ഇവിടെ വന്നു? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നു. സത്യത്തിൽ ഇപ്പൊ ഇവിടെ വരേണ്ട ഒരു കാര്യവും എനിക്കില്ല. ആശാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഈശ്വരൻ എന്നെ ഇങ്ങോട്ട് എത്തിച്ചായിരിക്കും. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നിനക്ക് വേലയില്ല, വരുമാനമില്ല, പക്ഷെ എങ്ങനെ ജീവിക്കുന്നു? ഈ നാട്ടിൽ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആശാനെ. ആവശ്യത്തിലേറെ പണവും പോക്കറ്റിട്ടുകൊണ്ടാണ് പലരും റോഡെ നടക്കുന്നത്. അവന്മാര് ചിലര് ബസ്സിലും കയറും. അപ്പൊ പാക്കറ്റടിയാ ബിസിനസ്? ഏയ്, വല്ലവന്റെയും പോക്കറ്റിൽ കയറുന്നത് കുറഞ്ഞ പണിയല്ലേ ആശാനെ? ഇത് കണ്ടോ, പോക്കറ്റ് ഞാൻ ഇനി വെട്ടിയെടുക്കും. ഇതാ ഭയങ്കര. ആശാനെ, പാവപ്പെട്ടവന്റെ 10 പൈസ ഞാനിതുവരെ എടുത്തിട്ടില്ല. എന്റെ നോട്ടം മറ്റവനാ. ബ്ലാക്ക് മണി. ആശാൻ ഈ വാച്ച് കണ്ടു. ഇതെങ്ങനെ അടിച്ചെടുത്തെന്ന് അറിയാവോ? ഭാര്യ. കാപ്പി. ഇത് എന്റെ ഭാര്യ നിർമ്മല. ഇതാണ് ബാബു. ഞാൻ പറഞ്ഞിട്ടില്ലേ ജയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന്? ഓ, ഒരു കുറ്റവും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അല്ലേ? ഏയ്, ഞാനൊരു ഒറ്റ കൂത്തിനവളെ. ഒറ്റ കുത്തിന് ഇവനൊരാളെ കൊല്ലുമെന്ന് പറഞ്ഞു. ആരോ പോയി ആളെ കുത്തിയും കൊന്നു. ഇവൻ കുരുക്കലുമായി. എന്തൊരു കഷ്ടമാണ് നോക്കണേ. എടാ, നീ കാപ്പി കുടിക്ക. എടാ ഫൂളെ, ജയിൽ പോകുന്നവല എന്നെ പോലെ കുരുക്കിലാകുന്നവരാണെന്ന് അവൾ വിചാരിച്ചിരിക്കുന്നത്. ആശാനെ, അത് ഞാൻ അറിഞ്ഞു. ഹലോ, എങ്ങോട്ടാണ്? നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ? ഓ, അന്നത്തെ മാല. ആ, അത് തന്നെ. എന്താ ഇവിടെ നിൽക്കുന്നത്? എന്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി. ഒന്ന് മാറ്റിയിടുകയാണ്. എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഒരു ജോലി തേടി നടക്കുകയാണ്. അതിനുവേണ്ടി ഒരാളെ കാണാൻ പോയിരുന്നു. ഞാനൊരു ജോലി തന്നാൽ സ്വീകരിക്കാവോ? മനസ്സിലായില്ല. ഒരു പിടിച്ചുപറിക്കാരിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു. അന്നേ എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നി. നിങ്ങൾ ജോലിക്ക് വേണ്ടി അലയുകയാണെങ്കിൽ ഞാൻ പറ്റിയൊരു ജോലി തരാമെന്നാ പറഞ്ഞത്. എന്താ ജോലി? അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം. പോരെ? ശരി. എങ്കിൽ വരൂ. ഇരിക്കും മിസ്റ്റർ രാജേന്ദ്രൻ. എന്റെ പേരെങ്ങനെ മനസ്സിലായി? എനിക്ക് നേരത്തെ അറിയാം. ബുദ്ധിയും തന്റേടവുമുള്ള നിങ്ങളെ എനിക്ക് ആവശ്യമാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ ബാബുവിനെ. അവനങ്ങനെ സ്ഥിരമായ ഒരു താവളമില്ല. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ബാബു ഇവിടെ ഉണ്ട്. മിസ്റ്റർ ബാബു, നീ എങ്ങനെ ഇവിടെ എത്തി? ആശാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. ഇനി കാര്യം പറയാം. നിങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വന്നത്. അത് പിന്നെ സാരമില്ല. ഞാൻ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ്. അത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ തരും. 5 ലക്ഷം രൂപയോ? എന്താ പോരെ? അല്ല, ജോലി എന്താണെന്ന് അറിയാതെ. ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ജോലിയാണ്. നിങ്ങളൊന്ന് ഫോണിൽ സംസാരിക്കണം. അതിന് 5 ലക്ഷം രൂപയോ? എക്സ്ക്യൂസ് മീ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒരു പിടിയും കിട്ടണ്ട ആശാനെ. ഞങ്ങൾ ആരോടും എപ്പോ വേണമെങ്കിലും ഫോണിൽ സംസാരിക്കാം. വേണമെങ്കിൽ നല്ല കല്ല് വെച്ച തെറിയും പറയാം. ഉണ്ടായിരിക്കടാ. എന്റെ ഭർത്താവ് ഈ നാട്ടിലൊരു കോടീശ്വരനാണ്. കേട്ടിരിക്കും.
മിസ്റ്റർ ഗിരിജ വല്ലഭ മേനോൻ. അയ്യോ, അദ്ദേഹം ഇന്റർനാഷണൽ എക്സ്പോർട്ടർ അല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയാണ്. പേര് രജനി. നിറത്തിനൊത്ത പേര്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയിൽ ഒരു മകളുണ്ട്, വീന. അവളെ നിങ്ങൾ കടത്തിക്കൊണ്ടു പോകണം. 10 ലക്ഷം രൂപ തന്നാൽ മകളെ വിട്ടുതരാമെന്ന് മേനോന് നിങ്ങൾ ഫോൺ ചെയ്യണം. സന്തോഷം. പോകാം. ആശാനെ തിരുപിടി പോകാതെ. രൂപ 5 ലക്ഷം. നിങ്ങളുടെ ഭർത്താവിനെ തപ്പിക്കൊണ്ട് പോയാൽ മതിയോ? അതുകൊണ്ട് പ്രയോജനമില്ല. പരമലുബ്ധനാണ് അദ്ദേഹം. പക്ഷേ മകളെന്ന് വെച്ചാൽ ജീവനാണ്. അവളെ കുരുക്കിലാക്കിയാലേ കാര്യം നടക്കും. മിസ്സിസ് മേനോൻ ക്ഷമിക്കണം, ഇത് വകുപ്പ് കിഡ്നാപ്പിംഗ് ആണ്. വീണ്ടും ജയിലിൽ പോയി മൂട്ടകടി കൊള്ളാൻ ഞാനില്ല. കടി ഞാൻ കൊണ്ടുപോകണം ആശാനെ. നീ നിന്റെ കൈ. മിസ്റ്റർ രാജേന്ദ്രൻ, പണം ഉണ്ടാക്കാൻ വേണ്ടി വീണയും ഞാനും കൂടിയിട്ടൊരു പരിപാടിയാണിത്. അവളവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ രഹസ്യമായി താമസിക്കും. അവൾ നിങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും 10 ലക്ഷം രൂപ തന്നാൽ അവളെ വിട്ടയക്കാമെന്നും നിങ്ങൾ മേനോന് ഫോൺ ചെയ്യണം. അദ്ദേഹം പണവുമായി വരും. നമ്മൾ പണം വാങ്ങുന്നു, പെണ്ണിന്റെ സ്ഥലത്തുണ്ടെന്ന് പറയുന്നു, 5 മണിയുമായി നമ്മൾ പോകുന്നു. That's all. 50-50. ഞാൻ വിചാരിച്ചു ആ കുട്ടിയെ ഞങ്ങൾ തന്നെ കടത്തിക്കൊണ്ടുപോകേണ്ടി വരുമെന്ന്. ഹേയ്, അത് വേണ്ട. പക്ഷെ പല പ്രശ്നങ്ങളും ഇതിലുണ്ട്. ആദ്യമായി നിങ്ങളുടെ മകളുടെ അഭിപ്രായം ഞങ്ങൾക്കൊന്ന് അറിയണം. എന്റെ അഭിപ്രായമാണ് അവളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് നേരിട്ട് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. അതിന്റെ ആവശ്യമില്ല. ഉണ്ട്. മേഡം, എക്സ്ക്യൂസ് മീ. ആശാനെ, കാശിന് അത്യാവശ്യമുള്ള സമയമല്ലേ, വരും വരാതി ഒന്നും നോക്കണ്ടേ? നീ ഒന്ന് അടങ്ങുന്നില്ലേ? എല്ലാം മനസ്സിലാക്കിയിട്ട് എടുത്ത് ചാടാം. എന്റെ ഒരു സ്നേഹിതൻ വന്നിരുന്നു. അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോയതാ. അപ്പോൾ എന്താ നിങ്ങളുടെ തീരുമാനം? ആ പെൺകുട്ടിയോട് സംസാരിക്കാതെ പറ്റില്ലെന്ന് ആശാൻ പറയുന്നത്. ഓക്കെ. മിസ്റ്റർ രാജേന്ദ്രൻ, കോവളത്തിൽ കോട്ടയത്തിൽ നിങ്ങൾ വാടകയ്ക്ക് എടുക്കണം. പകൽ ഞങ്ങൾക്ക് വരാൻ സാധ്യമല്ല. രാത്രി 9 മണി കഴിഞ്ഞ് നമ്പീനെയും കൊണ്ട് അവിടെ വരും. ശരി. ഇതാ, ഇതിരിക്കട്ടെ. ഇത് ഞങ്ങൾ അവിടെ ഒന്ന് വാങ്ങിച്ചോളാം. വേണം. പണിക്കരിയേട്ടൻ ഇവിടെ വന്നിരിക്കുകയാണോ? ഇരിക്കാതെ പറ്റുമോ? വീട് ഞാൻ വാടകയ്ക്കൊന്നുമില്ല. ഓ, ചേട്ടന്റെ വീടാണോ? അതെ. ഓ, എനിക്ക് വാടക കുടിച്ച് ഇന്ന് കിട്ടണം. ഒരാഴ്ച കൂടി ക്ഷമിക്കണം. 6 മാസമായി ക്ഷമിക്കുന്നു. ഇനി നിവർത്തിയില്ല. അല്പം ബുദ്ധിമുട്ടായതുകൊണ്ടാ. സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടല്ലോ, അവരെ മനസ്സ് വെച്ചാൽ ബുദ്ധിമുട്ട് മാറുമല്ലോ. പണിക്കരിയേട്ട അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പണിക്കരി ചേട്ടോ, ചേട്ടന്റെ ഭാര്യ എങ്ങനെയാ? അല്ല, കാണാൻ എങ്ങനെയാന്നാ ചോദിച്ചത്. കാണാൻ വലിയ തെറ്റൊന്നുമില്ല. അപ്പൊ ചുമ്മാതല്ല ഇത്രയും വലിയ വീടൊക്കെ ഉണ്ടാക്കിയത്. അനാവശ്യം പറയും. അയാൾ അടിക്കണ്ടായിരുന്നു. പിന്നെ അവനെ പൂവിട്ട് തൊഴണോ? ഇനി ഒരു സ്ഥലത്ത് പോയി അവനിങ്ങനെ പറയില്ല. നമ്മുടെ വീട്ടുകാർ വരുന്നു, അവളെ അറിയണ്ട. കാരെവിടെ നിർമ്മലേ? വഴിയിൽ കിടപ്പുണ്ട്. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നാ? പെട്രോളില്ല. ബംഗാർ എനിക്ക് കടം തരില്ല എന്ന് പറഞ്ഞു. ആശാനെ, വീട്ടുകാരുടെ മൂഡ് അത്ര ശരിയല്ല. ഞാൻ വലിഞ്ഞേക്കാം. കാറിൽ പെട്രോൾ തീർന്നാൽ വണ്ടി നിൽക്കും. അതിന് നീ പിണങ്ങിയാൽ പറ്റുമോ? അതൊന്നും ശ്രദ്ധിക്കാൻ പോലും നമുക്ക് സമയമില്ലെന്നാ ഞാൻ പറഞ്ഞത്. എന്താ രണ്ടുപേരും കൂടി വഴക്കിടുന്നത്? ഏയ്, ഒന്നുമില്ല. ഇരിക്കൂ ചന്ദ്ര. ഞാൻ ഇരിക്കുന്നില്ല. സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഒന്ന് കയറിയതാ. ആ, രാജേട്ടന് പറ്റിയ ഒരു ജോലി ശരിയായിട്ടുണ്ട്. വല്ല പീറ മുതലാളിമാരുടെ ഓഫീസിലിരിക്കുന്ന ജോലിയാണെങ്കിൽ എനിക്ക് വേണ്ട. ഏയ്, അതൊന്നുമല്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു റിപ്പോർട്ടറുടെ ജോലിയാ. നല്ല കാര്യം. ഡിപ്പാർട്ട്മെന്റ് ജോലിയായാൽ ആരുടെയും മുഖം നോക്കാതെ സ്വതന്ത്രമായിട്ട് പണിയെടുക്കാമല്ലോ. നമുക്കും അതല്ലേ താല്പര്യം. ജോലി ഇഷ്ടമായില്ലേ? ഇഷ്ടമാകാഞ്ഞിട്ടല്ല, പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജോലി അത് മോശമാണെന്നാണ് പറയുന്നത്. എന്ന് ഞാൻ പറഞ്ഞില്ല. ആട്ടെ, എന്ത് ശമ്പളം കിട്ടും? അതെല്ലാം വിശദമായി അന്വേഷിച്ചിട്ട് പറയാം. ആദ്യം ജോലി സ്വീകരിക്കാൻ ഇഷ്ടമാണെന്ന് പറയും. എനിക്ക് ഒന്ന് ആലോചിക്കണം. ഇതിലെന്താ എത്ര ആലോചിക്കാനുള്ളത്? പിന്നെ ചുമ്മാ കയറി ഏറ്റാ മതിയോ? നിങ്ങൾ വഴക്കറുണ്ട്. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ നാളെ വരാം. വരട്ടെ? ശരി.
പിന്നെ ചന്ദ്രൻ നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനല്ലേ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ചന്ദ്രൻ എന്തെങ്കിലും ചെയ്യുമോ? എടി, പോലീസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളമൊന്നും കിട്ടൂല. മാസം 12,000 രൂപയില്ല നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ 2,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലി നിങ്ങൾക്ക് എവിടെ കിട്ടാൻ പോകുന്നു? അന്വേഷിക്കണം. ഇതാണ് സാറേ മുറി. ഇതിന് 2 വാതിലുണ്ട്. മുൻവശത്തുകൂടി കയറാം, പുറവശത്തുകൂടി ഇറങ്ങാം. അത് കൊള്ളാമല്ലോ. സാറ് എന്തിനാ മുറി എടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്തിനാ? സിനിമാ കഥ എഴുതാനല്ലേ? അത് ശരി. ഇവിടെ ശല്യമില്ലാതിരുന്ന് എഴുതാമല്ലോ. ഒരു ശല്യം ഉണ്ടാവില്ല സാർ. സാറ് സംവിധാനമായിരിക്കും. വെഞ്ചാറമ്പോട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? സാറിന്റെ എല്ലാ പടങ്ങളും ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കാണാറുണ്ട്. സോറി, ഇതെന്റെ ആദ്യത്തെ പടമാണ്. അപ്പൊ ആള് മാറിപ്പോയതായിരിക്കും. സാറേ, ഞാനും ഒരു കൊച്ചെഴുത്തുകാരനാണ്. എന്റെ തൂലികാ നാമം തന്നെ എന്ത്? പ്രാപ്രായം? പ്രാണച്ചമ്പലം പ്രഭാകരൻ. സാറേ, ഇപ്പോഴത്തെ സിനിമാ പ്രൊഡ്യൂസേഴ്സിനൊന്നും സ്റ്റോറി സെൻസ് ഇല്ല സാർ. തീരെയില്ല. എന്റെ കയ്യിലൊരു ഊക്കിരാൻ സാധനം ഇരിപ്പുണ്ട്. പക്ഷേ അവൻ സിനിമാ സ്കോപ്പിലേ കൊള്ളുള്ളൂ. സാധനം നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. സൗകര്യം പോലെ ഞങ്ങൾ വാങ്ങിച്ചോളാം. തൽക്കാലം നീ ഒന്ന് പോയാട്ടെ. സാറേ, എന്റെ ക്ലൈമാക്സ് ഒന്ന് പിന്നെ അയ്യോ. സാറന്മാരെന്താ ഇരുട്ടത്തിരിക്കുന്നത്? ചുമ്മാ ഇരിക്കുവാടോ. സ്തംഭനം വല്ലതും ആണോ? സ്തംഭനം? വാ, കഥാഗതിയിൽ എന്തെങ്കിലും സ്തംഭനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് പറയുകയാണ്. ഒരു സ്തംഭനവും ഇല്ല. താനൊന്ന് പോയട്ടെ. സാറേ, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കഥ ഒന്ന് കേട്ടു നോക്ക്. അപ്പൊ അറിയാം പ്രാവച്ചമ്പലത്തിന് കഥാബോധം ഉണ്ടോ. എടോ, അല്പ സമയം കിട്ടുമ്പോ തന്റെ കഥ കേൾക്കാം. ഇപ്പൊ സാറേ, നല്ല നാടൻ ഇവിടെ കിട്ടും. 2 അടിച്ചാൽ ഭാവന അങ്ങ് താനേ വരും. വാങ്ങിക്കണോ? ഞാനൊന്ന് പോകുന്നുണ്ടോ? ദേഷ്യം മൂക്കല്ല. എല്ലാ സംവിധായകരുടെയും പ്രകൃതി ഇത് തന്നെയാ. വെറുങ്കലോ അല്ലേ ചെലമ്പത്തുള്ളൂ. പിന്നെ അടി അതിലെന്നെ കിട്ടും. അതിന് വേറെ ആളെ നോക്കും. ഇവനെ ഒന്ന് ഒതുക്കി നിർത്തിയില്ലെങ്കിൽ ഒരു നിത്യശല്യമായിരിക്കും. കലാഭ്രാന്ത എങ്ങനെ വിരട്ടിയാലും പോവില്ല. ഇവിടെ തന്നെ നിൽക്കണം. യെസ് മാഡം. വരൂ പിന്നെ. ഇതാണ് എന്റെ മകൾ ബീന. ഹലോ. 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 നമുക്ക് മുറിയിലേക്ക് പോവാം. നമുക്ക് മുറിയിലേക്ക് പോവാം. ഞാനിവിടെ വന്നോളാം ചാനെ. നീ വാടാ. വിവരമെല്ലാം ബീന അറിഞ്ഞു കാണുമല്ലോ. അറിയാം. കുഞ്ഞമ്മ പറഞ്ഞ കാര്യം ബീനയ്ക്ക് സമ്മതമാണോ? ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ഇട്ടതാ. അച്ഛൻ പോലീസിൽ അറിയിച്ചാൽ? ഒരിക്കലും അറിയിക്കില്ല. അത് നിങ്ങളുടെ വിശ്വാസം. അറിയിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ ഏറ്റാ മതി. അത് പോരാ, എല്ലാം ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. മേനോൻ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പണം എത്തിക്കുമോ? തീർച്ചയായും. ഡാഡിക്ക് ഞാനെന്ന് വെച്ചാ പ്രാണനാണ്. പ്രതീക്ഷിക്കുന്നത് പോലെ പണം കൊണ്ടുവന്നില്ലെങ്കിലോ? നിങ്ങൾ എന്തിനാ വെറുതെ അതും ഇതൊക്കെ പറയുന്നത്? ഇത് വെറും ഒരു നാടകമാണ്. 10 ലക്ഷം കിട്ടിയാൽ 5 ലക്ഷം രൂപ എടുത്തോണ്ട് ബാക്കി തന്നാ മതി. പാതി എടുത്തിട്ടേ വരൂ. എനിക്ക് അല്പം കൂടി ആലോചിക്കാനുണ്ട്. ഇനി എന്താ ആലോചിക്കാനാണ് ആശാനെ? എടാ, ഇത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് 5 ലക്ഷം രൂപ പോരെന്നായിരിക്കും. അല്ല, വിശദമായി ഞാൻ പറയാം. നാളെ ഈ സമയത്ത് ഇവിടെ വരണം. ഇത് നടക്കുന്ന ലക്ഷണമില്ല. ഇല്ലെന്തോന്നെങ്കിൽ വിട്ടേക്കണം. നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. നമുക്ക് നാളെ വരാം കുഞ്ഞമ്മേ. നാളെ വരുമ്പോഴും ഇയാളിങ്ങനെ മുട്ടുന്യായങ്ങൾ പറഞ്ഞാലോ? ഏയ്, നാളെ നമുക്ക് അവസാന തീരുമാനമെടുക്കാം. പക്ഷെ നിങ്ങൾ മാത്രം വന്നാൽ മതി. നാളെ ഞാൻ വരണ്ടേ? വരണ്ട. ശരി, എങ്കിൽ നാളെ കാണാം. ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആശാൻ എന്തൊരാളാ. 5 ലക്ഷം രൂപ നാളെ കയ്യിലിരുന്നേനെ. നീ കിടന്ന് പിടയ്ക്കാതടാ.
സമാധാനമായിട്ട് ചെയ്താൽ ആർക്കും ഒരു കുഴപ്പവുമില്ല. കഥാനായികയെ അമ്മയും കൂടി ആയിരിക്കും ഇറങ്ങിപ്പോയത്. ഡയറക്ടർ സാറേ, ബെസ്റ്റ് സെലക്ഷൻ. എന്റെ കഥയായിരുന്നെങ്കിൽ 2 പേർക്കും റോളുണ്ട്. അമ്മ ഹീറോയിനിയായിട്ടും ഹീറോയിനി അമ്മയായിട്ടും. പിന്നെ കല്ലൂരാട്ടി. അവിടെ വെച്ചേക്കൂ. ചന്ദ്രൻ വന്നിരുന്നു. ആ ഉദ്യോഗം ശരിയെന്ന് പറഞ്ഞു. 800 രൂപ ശമ്പളം കിട്ടും. ഉദ്യോഗത്തിന് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് തുറന്നു പറയണം. വെറുതെ എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇപ്പൊ കഴിയുന്ന പോലെ നമുക്കങ്ങ് കഴിയാം. അങ്ങനെ കഴിയണ്ട. ദൈവം കയ്യിൽ കൊണ്ടുവന്ന ഭാഗ്യമാണ്. അത് വലിച്ചെറിഞ്ഞ് കളയരുത്. ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെന്ന് വെച്ചു. ചേട്ടാ, 800 രൂപ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കഴിയാൻ പറ്റുമോ? പിന്നെ എന്തിനാ ജോലി സ്വീകരിക്കണം? ഒരു വലിയ ഉദ്യോഗം എനിക്ക് ഉടനെ കിട്ടും. അതിലൊന്ന് ശമിച്ചിരിക്കാൻ. കാപ്പി കുടിച്ചില്ല. വേണ്ട. ഈ ഇടയായിട്ട് എന്ത് പറഞ്ഞാലും ദേഷ്യമാ. ഇത് എന്ത് പറ്റി? ആശാനെ, ആ സ്ത്രീയുടെ സംഭാഷണം എന്തിനാ ടേപ്പ് ചെയ്യുന്നേ? ചേടാ മണ്ട, ഒരു പക്ഷേ മേനോൻ പോലീസിനെ അറിയിച്ചെന്ന് വെച്ചോ, പോലീസ് നമ്മളെ പിടിച്ചെന്നും വെച്ചോ, നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഈ ടേപ്പുണ്ടല്ലോ, ഇതിനേക്കാൾ വലിയ തെളിവ് വേണം. രജനി പറയുന്നു മുഴുവൻ നമ്മൾ ടേപ്പ് ചെയ്യും, ഇല്ലേ? അപ്പൊ മേനോന്റെ ഭാര്യയുടെ പ്ലാൻ അനുസരിച്ചാണ് നമ്മളിത് ചെയ്തതെന്ന് തെളിയും. നീ ആ പ്രാപ്പറ ഇങ്ങോട്ട് വരാൻ നോക്കിയോ. സാറേ, കഥാകൃത്ത് സാർ എവിടെ? വാതിലടച്ചിരുന്ന് എഴുതുവാ. ക്ലൈമാക്സ് ആയിരിക്കും. അതെ. എല്ലാവരുടെയും കാൾ ഷീറ്റൊക്കെ കിട്ടിയോ? ആ, വാങ്ങി. സാറ്, ഞാൻ ഒരു സാധനം ഉണ്ടെന്ന് ഇത് കഴിച്ചുകൊണ്ടിരുന്ന് എഴുതിയാൽ ക്ലൈമാക്സ് തകർക്കും. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. വേണ്ട. ഒരു ഗ്ലാസ് അല്ല. പിന്നെ ആശാനെ, അവര് വരുന്നു. വേഗം റെഡിയാക്കി. വരണം. ഇങ്ങോട്ടിരിക്കട്ടെ, ഇങ്ങോട്ട്. മകൾ വന്നില്ലല്ലോ. ഇല്ല. വളരെ ഉപകാരം. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി തെളിച്ചു പറയണം. ബീനെ തട്ടിക്കൊണ്ടുപോയെന്നും 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തരാമെന്നും നിങ്ങൾ എന്റെ ഹസ്ബൻഡിന് ഫോൺ ചെയ്യണം. പക്ഷെ ആരെയും തട്ടിക്കൊണ്ടു പോകുന്നില്ലല്ലോ. ഇവരെ നാടകമെന്നല്ലേ പറഞ്ഞത്? അതെ, ഈ നാടകത്തിന് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പ്രതിഫലം തരുന്നു. എന്താ പോരെ? ഓ, ധാരാളം. നാടകമാണെങ്കിലും നിരപരാധികളായ ഞങ്ങൾ കുരുക്കലാകരുതല്ലോ. അതുകൊണ്ട് എനിക്ക് ചില നിർദ്ദേശങ്ങളുണ്ട്. പറയൂ. ബീന അവളുടെ സ്നേഹിതരുടെ വീട്ടിൽ 4-5 ദിവസം കഴിയുമെന്നല്ലേ പറഞ്ഞത്? അത് പാടില്ല. അവൾ ഇവിടെ കഴിയണം. നോ, അതൊരിക്കലും സാധ്യമല്ല. അവൾക്ക് ഒരു ആപത്തും വരില്ലെന്ന് ഞാൻ വാക്ക് പറയുന്നു. പണം കിട്ടിയാൽ ഉടനെ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും. ബീനെ നിങ്ങളുടെ പങ്കിൽ അവലെത്തിക്കുകയും ചെയ്യും. വിശ്വാസമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ശരി. ഇനി ബീനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നാളെ അവളോട് വന്നിട്ട് പറയാം. ശരി, നാളെ നിങ്ങൾ നേരത്തെ വരെ. ഗുഡ് നൈറ്റ്. ആ, പോയി. ഇനി നമുക്ക് പേടിക്കാതെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആശാനെ, നാളെ ഞാനില്ല. എനിക്ക് ആ പെണ്ണിനെ കാണാൻ വയ്യ. ആണും പെണ്ണും ഇല്ലാത്ത ഒരുതരം വേഷവും പടക്കുതിര പോലെ ചാടി ഒരുതരം നടപ്പും. എടാ ബുദ്ധൂസേ, കാര്യം നടക്കുന്നവരെ നീ ഒന്ന് അടങ്ങി നിൽക്ക്. എന്താ അലമാരിൽ രഹസ്യമായിട്ട് വെച്ച് പൂട്ടുന്നത്? ഞാൻ കാണാൻ പാടില്ലാത്ത വല്ലതാണോ? ആണെന്ന് വെച്ചോളൂ. ഈ ഇടയായിട്ട് രാജേട്ടന്റെ പെരുമാറ്റം എന്തോ രഹസ്യം സൂക്ഷിക്കുന്നവനെ പോലെയാണ്. അതൊക്കെ നിന്റെ തോന്നലുകളാണ്. അല്ല, നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നവരല്ലേ. രാജേട്ടന്റെ ഓരോ ചലനങ്ങളും എനിക്കറിയാം. പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? നിന്നെ ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു ജീവിതം എനിക്കില്ല നിർമ്മലേ. ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇടയായി എന്തോ ഉണ്ട്. ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഭാര്യ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പണം കൊണ്ട് ഭർത്താവ് ജീവിക്കുക. എല്ലാ കുടുംബങ്ങളിലും ഭർത്താവ് ജോലി ചെയ്തിട്ടാണ് ഭാര്യ ജീവിക്കുന്നത്. ഇവിടെ മറിച്ചും.
ഞാൻ ജോലിക്ക് പോകുന്നത് രാജേഷിന് അപമാനമാണെങ്കിൽ നാളെ തന്നെ ഞാൻ രാജിവെച്ചേക്കാം. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല നിർമ്മലേ. ഒരു പുതിയ ജോലിയുടെ പ്രശ്നങ്ങളുമായി ഞാൻ നെട്ടോട്ടമോടുകയാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇനി ഞാൻ ഒരിക്കലും ഒന്നും ചോദിക്കില്ല. എഴുന്നിട്ട് പോയി കുളിച്ചാട്ടെ, നമുക്ക് ആഹാരം കഴിക്കാം. അച്ഛാ, എന്താ മോളെ? ഞാൻ എന്റെ കൂട്ടുകാരി രാധയുടെ വീട് വരെ പോവാണ്. ഒരു സിനിമ കണ്ടിട്ട് വരൂ. ഒന്നല്ല, 2 സിനിമ ഒരുമിച്ച് കണ്ടിട്ട് വന്നാൽ മതി. നിന്റെ ആ പഴയ ചിരിയും കളിയും സന്തോഷവും കണ്ട കാലങ്ങൾ മറന്നു. എന്നെ മോള് പോയിട്ട് വരൂ. അമ്മച്ചി, മകളുടെ പേരെന്തുവാ? അറിഞ്ഞിട്ട് എന്ത് വേണം? അല്ല, ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോവുകയല്ലേ, പേര് മാറ്റണമെങ്കിൽ എന്റെ കയ്യിൽ ധാരാളം പേര് നോക്കണം. സിനിമയിൽ അഭിനയിക്കാനോ? ഓ, ഞാൻ അറിയില്ലേ. പക്ഷെ ടെസ്റ്റ് കഴിയുന്നവരെ ഞാൻ ആരോടും പറയില്ല. കുഞ്ഞിന് ഫ്രീ ആയിട്ട് ഞാനൊരു പേര് പറഞ്ഞുതരാം. സരോരുകം. എങ്ങനെ? തായിൽ തുടങ്ങി ഗമ്മിൽ അവസാനിക്കുന്ന പേരിട്ട പടക്കില്ല. അല്ല, ഞാൻ ഇവരൊന്ന് ഇന്റർവ്യൂ ചെയ്യായിരുന്നു. തന്റെ ഒരു ഇന്റർവ്യൂ മേലാൽ ഇവിടെ വരുന്നവരെ ശല്യപ്പെടുത്തി തന്റെ കൈയും കളയാൻ തല്ലോടി. വരണം. ഇരിക്കൂ. പിന്നെ ഞാൻ ഫോൺ ചെയ്തിരുന്ന പോലെ കൂട്ടുകാരിയുടെ കൂടെ മാറ്റിനിക്ക് പോകുന്നെന്ന് അച്ഛനോട് പറഞ്ഞിട്ടല്ലേ ഇങ്ങനെ വന്നിരിക്കുന്നത്? അതെ. വെരി ഗുഡ്. സിനിമയുടെ സമയം കഴിഞ്ഞിട്ടും മകൾ വരാതിരിക്കുമ്പോ മേനോൻ ബീനയുടെ കൂട്ടുകാരിക്ക് ഫോൺ ചെയ്യും. ബീന അവിടെ ചെന്നിട്ടില്ലെന്ന് അറിയും. അതുകൊണ്ട് എന്താ പ്രയോജനം? വളരെയുണ്ട്. മകൾ എവിടെ പോയിരിക്കും എന്നൊരു സംശയം മേനോൻ ഉണ്ടാകും. സമയം വൈകുമ്പോ അത് വേവലാതിയാകും, ടെൻഷനാകും. അപ്പോഴായിരിക്കും ഞാൻ മേനോ ടെലിഫോൺ ചെയ്യുക. എങ്ങനെ? വണ്ടർഫുൾ ഐഡിയ. എന്നാൽ ഇനി പ്ലാൻ അനുസരിച്ച് നമുക്ക് പ്രവർത്തനം ആരംഭിക്കും. ഭഗവാനെ, ഇപ്പോഴെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയല്ലോ. ഇനി മിസ്സിസ് മേനോൻ വീട്ടിലേക്ക് പോയിക്കോളൂ. ബീന, അവളുടെ കാര്യം ഞങ്ങൾ ഏറ്റവും പറഞ്ഞില്ലേ. ധൈര്യമായി പോകൂ. ബീന, കുഞ്ഞമ്മ പോയിക്കോളൂ. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഓക്കെ. ബാബു, വരൂ. എന്താ സാർ? ബീനയെ തൽക്കാലം നിന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ്. എന്നെയോ? എങ്ങനെ കാവൽ നിൽക്കാൻ എന്നെ കൊണ്ട് വയ്യ. എന്ന് പറഞ്ഞ കാര്യം നടക്കുമോ? ബീനയുടെ അച്ഛനെ രാത്രി ഫോൺ ചെയ്യണം. ഒന്നാശാനെ, എനിക്കിത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. പ്രയാസമുള്ള ജോലിയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. മാത്രമല്ല, എനിക്ക് വീട്ടിൽ പോകണ്ടേ. ബീനെ, ഇവനിവിടെ കാണും. ഞാൻ പോയിട്ട് വരാം. അയ്യോ, അശാനെ, അശാനെ, അശാൻ. എന്താണ്? അതാക്കൂല ഞാൻ. എന്തിന്? മുറി പൂട്ടി ഞാൻ പുറത്തിരുന്നോളാം. എവിടെ വേണമെങ്കിലും ഇരുന്നോ, എല്ലാം ഭദ്രമായിരിക്കണം. അത് ഞാനായിട്ട് ആശാൻ വയ്ക്കോ. അവള് മുറിക്ക് പുറത്ത് എങ്ങനെ ഇറങ്ങിയ ഞാൻ അരിഞ്ഞു കളയും. നീ എങ്ങനെ പുറത്തിറങ്ങി? പുറകുവശത്തെ വാതിലിൽ കൂടി. പോരാ, മുറിയിൽ അടച്ചിടൊരു ചേട്ടാ. അച്ഛനെ വഞ്ചിച്ച് കാശുണ്ടാക്കാൻ ഇറങ്ങിയാണല്ലേ നീ? അല്ല ചേട്ടാ, എന്റെ കൊച്ചമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ വേഷം കെട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ല. എന്റെ ദുഃഖം കേൾക്കാൻ എനിക്കാരുമില്ല. ജീവിതത്തിൽ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ ഞാൻ ഇന്നും ക്രൂശിക്കപ്പെടുകയാണ്. ഹലോ, മേനോൻ ഹിയർ. ഗുഡ് ഈവനിങ് സർ. നിങ്ങളുടെ മകൾ ബീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. പരിഭ്രമിക്കേണ്ട, അവൾക്കൊരാപത്തും വരില്ല. ഹലോ,
ആരെന്നറിയേണ്ട ആവശ്യമില്ല. ചെങ്കോട്ട റോഡിൽ 25-ാം മൈലിന് സമീപം ഒരു പന്തമെരിയുന്നത് കാണാം. ഇന്ന് രാത്രി 10 ലക്ഷം രൂപ ഒരു പെട്ടിയിലാക്കി അവിടെ കൊണ്ട് വെച്ചിട്ട് പോയാൽ ബീന നാളെ വീട്ടിലെത്തും. ഹലോ ഹലോ, രജനി രജനി രജനി, എന്റെ മോളെ ഞങ്ങൾ മഹാഭാവി തട്ടിക്കൊണ്ടുപോയി. അയ്യോ, ഇതാര് ആ പറഞ്ഞു? ഏർപ്പാടിൽ എനിക്ക് ഫോൺ ചെയ്യുന്നു. 10 ലക്ഷം രൂപ ഇന്ന് രാത്രി കൊടുത്താൽ അവിടെ കൊല്ലാതെ വിട്ടേക്കാമെന്ന്. എന്റെ ഈശ്വര, ഇനി എന്ത് ചെയ്യും? ചെയ്യാൻ ഇനി ഒന്നേ ഉള്ളൂ, പോലീസിനെ അറിയിക്കാൻ. പോലീസിനെ അറിയിച്ചാൽ ആ ദുഷ്ടന്മാർ ബീനെ കൊല്ലും. അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് പോലീസ് ചെന്നാൽ അവർ കാണാതിരിക്കുവോ? നമ്മൾ ഒറ്റിക്കൊടുത്തതാണെന്ന് അവർ മനസ്സിലാക്കിയാലുടനെ എന്റെ മോളെ വെടിവെച്ച് കൊന്നിട്ട് അവർ രക്ഷപ്പെടും. പിന്നെ എന്ത് ചെയ്യാമെന്നാണ് നീ പറയുന്നത്? ആരെയും അറിയിക്കാതെ അവരാവശ്യപ്പെട്ട പണം കൊടുത്ത് ബീനെ രക്ഷിക്കണം. 10 ലക്ഷം രൂപ പോകുമെന്നോർത്ത് വിഷമിക്കുകയാണോ? ബീന മോളേക്കാൾ വലുതാണോ അങ്ങക്ക് പണം? ഞാൻ അങ്ങക്ക് പോകാൻ ഭയമാണെങ്കിൽ ഞാൻ പോകാം. പണം എടുത്തു തരൂ. അതെവിടെയാണ് കൊണ്ട് കൊടുക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. വേണ്ട, നീ പോകണ്ട, ഞാൻ തന്നെ പോകാം. ഓരോ നിമിഷം കഴിയും തോറും എന്റെ മകൻ മരണത്തെ സമീപിക്കുകയാണ്. ആ ദുഷ്ടന്മാർ അവളെ നശിപ്പിക്കുന്നതിന് മുൻപ് ഈശ്വരനെ ഓർത്ത് പോയി അവളെ രക്ഷിക്കൂ. അറിയാതെ രജനി, ഉടൻ തന്നെ ഞാൻ പണം എടുത്ത് പോകാം. അജ്ഞാതനായ മനുഷ്യ, നിങ്ങൾ ആവശ്യപ്പെട്ട പണം പറഞ്ഞ സ്ഥലത്ത് ഇതാ വയ്ക്കുന്നു. ഈശ്വരനെ വിചാരിച്ച് എന്റെ മകളെ ഉപദ്രവിക്കാതെ വീട്ടിലെത്തിക്കണം.
ആക്സിഡന്റിൽ കാലൊടിഞ്ഞു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഡോക്ടർ? എക്സ്റേ എടുക്കും, പിന്നെ പ്ലാസ്റ്റർ ഇടും. പ്ലാസ്റ്റർ ഇട്ടാൽ എപ്പോഴാണ് അഴിക്കുക? ഒടിഞ്ഞ എല്ലുകൾ സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ കെട്ടഴിക്കും. വെരി ഗുഡ്. നമുക്ക് ഒടിയാത്ത ഒരു കാലിന് പ്ലാസ്റ്റർ ഇടണം. പഞ്ഞിക്ക് പകരം ഞങ്ങൾ തരുന്ന ഒരു സാധനം അതിനുള്ളിൽ വെക്കണം. മനസ്സിലായില്ല. മാഹിയിൽ നിന്നും ഞങ്ങളുടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. കാലൊടിഞ്ഞ് ചികിത്സയ്ക്കെന്ന് പറഞ്ഞാണ് അവൾ വരുന്നത്. അവളിലൂടെ ആ സാധനം ഞങ്ങൾക്ക് അങ്ങോട്ട് കടത്തണം. അത് ഡോക്ടർ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. 1 മാസം ജോലി ചെയ്താൽ കിട്ടുന്ന പണം ഞാൻ നിങ്ങൾക്ക് തരും. അതാരും അറിയുകയുമില്ല. എന്തു പറയുന്നു? all right. Are you ready? Ready, sir. Thank you. ഞാൻ കണക്കുകൂട്ടിയതുപോലെ തന്നെ സംവിധായകൻ കഥാനായികയും കൊണ്ട് കടൽ മാർഗം പുതിയ ലൊക്കേഷനിലേക്ക് പോയിരിക്കുന്നു. ഞാൻ എഴുതിയിരിക്കുന്ന കഥയുടെ തുടക്കവും നായിക നായകന്മാരുടെ ഒളിച്ചോട്ടമാണ്. അതുകൊണ്ട് എന്റെ കഥയ്ക്ക് ഒരു ചാൻസ് കിട്ടിയേക്കുമെന്ന് വിചാരിച്ച് ലീവെടുക്കാതെ ഞാനും അവരുടെ പുറകെ പോവുകയാണ്. സാറിന്റെ ചാൻസ് ഞാൻ അടിച്ചെടുത്ത് കളയുമെന്ന് പേടിക്കണ്ട. സാറും ഉടനെ വന്നാട്ടെ. 2 കഥയും നമുക്ക് ഒരേ സമയത്ത് ഒരേ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാം എന്ന് കഥാവചനം പ്രാപ്ര. എന്റെ അച്ഛൻ അഭിമാനിയാണ്. അവിവാഹിതയായ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാം മറന്ന് അച്ഛനെന്റെ രവിയേട്ടനെ വെടിവെച്ച് കൊന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ചെറിയമ്മ എന്നെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാൻ പ്രസവിച്ചു. കുഞ്ഞിനെ ആരും അറിയാതെ ഒരു അനാഥാലയത്തിലാക്കി. പക്ഷേ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ ആഗ്രഹം അനാഥാലയത്തിലേക്ക് എഴുതി. നല്ലവരായ അവർ എന്റെ വീട്ടിനടുത്തുള്ള കോൺവെന്റിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. പക്ഷേ ഒരമ്മയുടെ സ്വാതന്ത്ര്യത്തോടെ അവളെ താലോലിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ കുഞ്ഞ് അമ്മയെന്ന് വിളിക്കുന്നത് കേട്ട് അവളെ വാരിപ്പുണരാൻ എനിക്ക് ഭാഗ്യമില്ല. ബാബു, നിർഭാഗ്യവതിയായ എന്റെ കഥ ബാബുവിനെ നൊമ്പരപ്പെടുത്തിയോ? ഇല്ല, ഞാൻ ചെയ്തു പോയ ക്രൂരതയോർത്ത് സ്വയം വേദനിച്ചു പോയതാണ്. ക്രൂരതയോ? അതെ ബീനെ, നീ വിചാരിക്കുന്നത് പോലെ രവിയെ കൊന്നത് എന്റെ അച്ഛനല്ല, പിന്നെ ഞാനാണ്. ഞാൻ ജോലിയില്ലാതെ അലഞ്ഞു നടക്കുന്ന കാലമായിരുന്നു. പണത്തിനു വേണ്ടി അന്ന് ഞാൻ എന്തും ചെയ്യുമായിരുന്നു. കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട നിന്റെ ചെറിയമ്മയെ ഞാൻ പരിചയപ്പെട്ടു. ഒരു ദിവസം ഒരു കെട്ടിനോട്ടുമായി അവരെന്റെ അടുത്ത് വന്നു. ആ വിവാഹം നടന്നാൽ മേനോന്റെ എല്ലാ സ്വത്തിനും രവി അവകാശമായി തീരും. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. അതുകൊണ്ട് രണ്ടിനെയും തട്ടിക്കളയാം. വേണ്ട, തൽക്കാലം രവി ഒതുക്കുക. ഓക്കെ. ഹോട്ടൽ വെസ്റ്റ് എൻഡിൽ 116 നമ്പർ മുറിയിലാണ് രവി താമസിക്കുന്നത്. ആർക്കും സംശയം തോന്നരുത്. ഇതാ. യെസ്, കം ഇൻ. ആ കൊലപാതകത്തിലൂടെ ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവിതമാണ് ഞാൻ തകർത്തതെന്ന് അറിഞ്ഞിരുന്നില്ല.
തിരുത്താനാവാത്ത വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. എനിക്ക് മാപ്പ് തരൂ. മാപ്പ് തരില്ലേ ബീനെ? ബീനെ, എന്ത് പറഞ്ഞാൽ നിന്നെ ആശ്വസിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഞാനിനി ഒന്നും മറച്ചു വയ്ക്കുന്നില്ല. നിന്റെ കുഞ്ഞമ്മയുടെ നിർദ്ദേശപ്രകാരം നിന്നെ കൊല്ലാനാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. വളരെ സന്തോഷം. എന്റെ രവീട്ടിനെ കൊന്നതുപോലെ എന്നെയും കൊന്നുള്ളൂ. ഈ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടുമല്ലോ. ഇല്ല ബീനെ, ഇനി ഞാൻ ഒരിക്കലും ഒരു കൊലപാതകയാവില്ല. നിന്നെ നിന്റെ കുഞ്ഞിന്റെ അടുത്തെത്തിക്കുകയായിരിക്കും ഇനി എന്റെ ഏക ലക്ഷ്യം. അവളെ ഞാൻ ഒരിക്കലും അനാഥയാക്കില്ല. എന്നെ വിശ്വസിക്കൂ. $501 calling 33, $501 calling 33, $501 calling 33, over. നായികയുടെ കണ്ണുനീർ സംവിധായകനിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ബില്ല് ഇടയ്ക്ക് വിടാനും ഒരു സംഘടന ഉണ്ടാകാനുള്ള വഴിയുണ്ട്. കഥാഗതി മാറുന്നതിന് മുമ്പേ ഉടൻ പുറപ്പെട്ടു വരിക. ഓവർ. Message will be transformed to Tiger immediately. Message will be transformed to Tiger immediately. Message will be transformed to Tiger immediately. Over. നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന എന്താ? ബീന എവിടെ മിസ്റ്റർ? പണം എവിടെ? പണം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇല്ലല്ലോ. എന്റെ ഭർത്താവ് ബ്യൂറോയിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്ത് പെട്ടിയിലാക്കി കൊണ്ടുവരുന്ന ഞാൻ സാക്ഷിയാണ്. പെട്ടി നിങ്ങൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നില്ലേ? പെട്ടി തന്നു. എന്നാൽ അതിനകത്തുണ്ടായിരുന്ന എന്താണ് തുറന്നു നോക്കിയാട്ടെ. മിസ്റ്റർ, നിങ്ങൾ ബുദ്ധിമാനായിരിക്കും. പക്ഷെ ആ ബുദ്ധി എന്നോട് വേണ്ട. പണം മുഴുവൻ നിങ്ങൾ എടുത്തിട്ട് അഭ്യാസം കാണിക്കാനോ? മര്യാദയ്ക്ക് ഉടനെ ബീനെ ഇവിടെ കൊണ്ടുവരണം. വെരി സോറി മാഡം. നമ്മൾ തമ്മിൽ പറഞ്ഞതുപോലെ ചെയ്യാതെ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. മിസ്റ്റർ, ഇത് രജനിയാണ്. എന്നെ കബളിപ്പിച്ചാൽ നിങ്ങൾ ജയിലിലാകും. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. ബീനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറ്റമല്ലേ? എന്റെ ഭർത്താവിന് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടത് കുറ്റമല്ലേ? ഇതിനൊക്കെ എന്താ ഒരു തെളിവ്? തെളിവോ? കടൽ തീരത്തുള്ള കോട്ടേജ് നിങ്ങളല്ലേ വാടകയ്ക്കെടുത്തത്? ആ ഒരൊറ്റ തെളിവ് മാത്രം മതി നിങ്ങളെ ജയിലിലയക്കാൻ. ശ്രീമതി ബുദ്ധിരാക്ഷസി, നിങ്ങൾ ചതിക്കാൻ വിദഗ്ധയാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കോട്ടേജിൽ വെച്ച് സംസാരിച്ചതെല്ലാം ഞാൻ ടേപ്പ് ചെയ്തു. എന്റെ അലമാരയിൽ ഞാനത് ഭദ്രമായി പൂട്ടിവെച്ചിട്ടുണ്ട്. ഞാൻ വരട്ടെ, നമുക്ക് ഇനിയും കാണാം. നിർമ്മലേ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇന്ന് ജോലിക്ക് പോയില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് എന്ത് പറ്റി? ഒരു ചെറിയ ഭയം. നിങ്ങൾ എന്ന് മനസ്സിലായില്ലേ? ഒരിക്കൽ ജനാലപ്പുഴത്തിലൂടെ എന്നെ ഒന്ന് കണ്ടു, പിന്നൊരിക്കൽ ഇരുട്ടിലൊന്ന് കണ്ടു. ഇപ്പോൾ വെളിച്ചത്തെ നല്ലവണ്ണം മനസ്സിലാകത്തക്ക വിധം കാണാനും പരിചയപ്പെടാനുമാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളുടെ കയ്യിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തൊരു ടേപ്പ് ഉണ്ടല്ലോ, അതെനിക്ക് വേണം. ഇല്ല, അത് ഞാൻ തരില്ല. നിങ്ങൾ തരും? നോ, നെവർ. ഇത് പൊട്ടിയാൽ ശബ്ദം കേൾക്കും, അയൽക്കാർ ഓടി വരും എന്നൊന്നും കരുതണ്ട. ഇത് സൗണ്ട്ലെസ് ആണ്. ദാ നോക്കൂ. അപ്പോ എന്താ സാറിന്റെ തീരുമാനം? ആ ടേപ്പ് അങ്ങോട്ട് കൊടുത്തേക്കോ. ഇല്ല, ഞാൻ കൊടുക്കില്ല. എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. നിങ്ങളെ മാത്രമായി കൊല്ലാൻ ഞാനൊരു വിഡ്ഢിയല്ല. ആദ്യം നിങ്ങളുടെ ഭാര്യയുടെ നെഞ്ചിൽ ഞാൻ നിറയൊഴിക്കും. അവർ നിങ്ങളുടെ മുമ്പിൽ കിടന്ന് പിടഞ്ഞു മരിക്കും. അതിനുശേഷം മാത്രമേ നിങ്ങളെ ഞാൻ കൊല്ലൂ. ഞാനാണ് പറയുന്നത്. ആ ടേപ്പ് എടുത്തു കൊടുത്തേക്കോ. താങ്ക്സ്. അപ്പൊ സാറേ, ഈ ടേപ്പ് ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കണമല്ലോ. അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല. സൗകര്യം ഉണ്ടാക്കിയേ പറ്റൂ. എന്തു പറയുന്നു? ഒരു കൈ സ്വാധീനമില്ലാത്ത ആളല്ലേ, ബുദ്ധിമുട്ടുണ്ട്.
ചെയ്യണം. ഇനിയും ചർച്ച ചെയ്ത് സമയം കളയണോ? എനിക്ക് അല്പം ചില സംശയങ്ങളുണ്ട്. എന്ത് സംശയം? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി തെളിച്ചു പറയണം. ബീനയെ തട്ടിക്കൊണ്ടുപോയെന്നും 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തരാമെന്നും നിങ്ങൾ എന്റെ ഹസ്ബൻഡിന് ഫോൺ ചെയ്യണം. പക്ഷെ ആരും ആരെയും തട്ടിക്കൊണ്ടുപോകും. താങ്ക് യു. നമുക്കിതേ കാണാം. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പുതിയ ഉദ്യോഗം അല്ലേ? ലക്ഷങ്ങൾ സമ്പാദിക്കാൻ നിങ്ങൾ കണ്ടെത്തിയ ജോലി ഇതായിരുന്നല്ലേ? നിർമ്മലേ, ഞാൻ വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. പണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എത്രയൊക്കെ തരം താഴുമെന്ന് ഞാൻ കരുതിയില്ല. നിർമ്മല, ഇന്നലെ വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്നെ സ്നേഹിക്കാനോ തിരുത്താനോ ഈ ലോകത്ത് ആരും ഉണ്ടായിരുന്നില്ല. വീണ അടുത്തിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരാരോ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പോലെ എനിക്ക് തോന്നുന്നു. 6-7 വർഷമായി ഞാൻ ഹൃദയം തുറന്നൊന്ന് സംസാരിച്ചിട്ട് ബാബുവിനോട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ എല്ലാ വേദനകളും മറന്നു പോകുന്നു. സത്യം പറഞ്ഞാൽ വീണയെ കണ്ട നാൾ മുതൽ എനിക്ക് എന്തോ ഒരു അടുപ്പം തോന്നിയിരുന്നു. അത് തെറ്റാണെന്ന് വീണയ്ക്ക് തോന്നുന്നുണ്ട്. അലസമഴിഞ്ഞത് ഞാൻ കണ്ടു, നീ പൗർണമിയായത് ഞാൻ കണ്ടു. സഖി മഴവിൽ കൊടിയും തോളിലേന്തി മാറിക്കാറിനു മയിലാട്ടം, കടലിനുള്ളിൽ മനസ്സിനുള്ളിൽ മോഹങ്ങൾ ഒരു തിര
മന്ദസ്മിതങ്ങൾ വിടത്തിയ പൂക്കളിരുത്തത് ഞാനല്ലേ ഒന്നു കനവുകൾ നെയ്തത് നാമല്ലേ വരൂ സഖി മഴവിൽ കൊടിയും തോളിലേന്തി മാറിക്കാറിനു മയിലാട്ടം കടലിനുള്ളിൽ മനസ്സിനുള്ളിൽ മോഹങ്ങൾക്കൊരു തിരനോട്ടം വീണേ വീണേ വരൂ വരൂ വീണേ 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 തമ്പുരാനത് പറയും. ടെലിഗ്രാം മാഹിയിൽ നിന്നും ആയുഷുണ്ട്. ബാബുവിനും ബീനയ്ക്കും എന്തെങ്കിലും പറ്റിയോ? പറ്റിയില്ല, പറ്റാൻ പോകുന്നേ ഉള്ളൂ. എന്താണ് ഉണ്ടായത്? ബാബു നമുക്കെതിരായി. ആ പെണ്ണിന്റെ തൊലിവെളുപ്പിൽ അവൻ മയങ്ങിക്കാണും. അങ്ങനെ മയങ്ങാൻ പാടില്ലല്ലോ. ഇനിയിപ്പോഴെന്ത് ചെയ്യും? Please, wait and see. ഒരാൾ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ടേപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും എന്നെ ഇതുവരെ അറിയിക്കാത്തത്? ചന്ദ്രനെ കാണാൻ ഇങ്ങോട്ട് പോന്ന് കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. രാജേട്ടൻ വീട്ടിൽ നിന്ന് എന്നാ പോയത്? വെള്ളിയാഴ്ച ആവശ്യമില്ലാത്ത ഈ ഇടകുടത്തിൽ ചെന്ന് ചാടി വല്ല അപകടം പറ്റി കാണുമോന്ന് എന്റെ പേടി. ഏയ്, അങ്ങനെയൊന്നും വരില്ല. ചന്ദ്രൻ പറഞ്ഞ ജോലി സ്വീകരിച്ചിരുന്നെങ്കിൽ സമാധാനമായിട്ട് വീട്ടിൽ കഴിയാമായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും വീട്ടിലേക്ക് പോയിക്കുള്ളൂ. ഞാനൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആളെ ഇന്ന് തന്നെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചേക്കാം. പോരെ? അത് മതി. എന്നാ പോയിക്കുള്ളൂ. ബീനെ, ഇനി ഇവിടെ കഴിയുന്നത് അപകടമാണ്. നിന്റെ ശവം കാണാൻ ഒരു പെൺപുലി തിടുക്കം കൂട്ടുന്നു. അതാരാ? ആയിഷു, പേടിക്കണ്ട. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ബീന ഒരു കാര്യം ചെയ്യും, സാധനങ്ങളെല്ലാം എടുത്ത് കടൽ തീരത്തേക്ക് വന്നോളൂ. ഞാൻ ഒരു ബോട്ട് ഏർപ്പെടുത്തിട്ട് വരാം. വഴി തെറ്റിയോ? മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. നോക്കൂ, നമ്മൾ മാത്രം ഒരു തോണിയിൽ സഞ്ചരിക്കേണ്ടവരാണ്. മറ്റൊരാളെ അത് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അവളൊരു പാവം അനാഥയായ ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. ഈ ദയ എന്നു മുതലുണ്ടായി? എന്താ കശാപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ ഞാൻ അലി ഏർപ്പാട് ചെയ്യാം. നമ്മൾ പല വിളക്കുകൾ ഊതിക്കെടുത്തി. ഇനി വയ്യ. ബാബു, ഒരമ്മയുടെ സ്നേഹമെന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞിനെ അതിന്റെ അമ്മയുടെ അടുത്തെത്തിക്കുന്ന നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തോട്ടെ. പ്ലീസ്. നിൽക്കണേ അവിടെ. എങ്ങോട്ടാ? അറിഞ്ഞിട്ടെന്ത് വേണം?
ഞാൻ നിന്നെ എക്സ്പോർട്ട് ചെയ്ത് തരാം. വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. ഓ ഞാൻ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട്. ഓ എന്നെ കൊല്ലുന്നു. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ സാറേ, കഥയുടെ ക്ലൈമാക്സ് മാറിപ്പോയെന്ന്. ആശാൻ എന്നോട് ക്ഷമിക്കണം. ആശാന്റെ അടുത്ത് നിന്നും അന്ന് ഒളിച്ചോടിപ്പോന്ന ഭാവമല്ല ഞാനിപ്പോ. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. വരൂ. ഹലോ, രജനി ഹിയർ. ഞാൻ മൻസൂറാണ്. ചേട്ടൻ മാലിന്യ എപ്പോഴെത്തി? ഇപ്പൊ വന്നതേ ഉള്ളൂ. രജനി, കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാണ്. കഴിയും വേഗം നമുക്കിവിടെ സ്ഥലം വിടണം. എന്തുണ്ടായി ചേട്ടാ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ബേനി അവിടെ വെച്ച് കൊല്ലാൻ കഴിഞ്ഞില്ലേ? ഇനി എന്ത് ചെയ്യും ചേട്ടാ? മേനോനെ എങ്ങനെയെങ്കിലും കൊന്ന് അവിടെയുള്ള പണം മുഴുവൻ എടുത്തോണ്ട് നീ ഉടനെ ഇവിടെ എത്തണം. അദ്ദേഹത്തെ കൊല്ലാനോ? അത് എനിക്ക് പേടിയാണ് ചേട്ടാ. പേടിച്ചോണ്ടിരുന്ന നമ്മൾ എല്ലാവരും അകത്താവും. എങ്ങനെയാണ് മേനോൻ അദ്ദേഹത്തെ കൊല്ലണ്ടെന്ന് ചേട്ടനൊന്ന് പറഞ്ഞുതരൂ. കൊല്ലേണ്ടത് നിന്റെ കഴുത്തിൽ താഴെ കെട്ടിയ നിന്നോട് തിത്രയുന്നത് കഴിഞ്ഞ എന്നെ ഈ വീട്ടിൽ വെച്ച് കൊല്ലാൻ നീ വഴികേടുകളല്ലേ? തള്ളയില്ലാത്തതിന്റെ മോക്ക് ഒരു സുരക്ഷ ഉണ്ടാക്കുമെന്ന് കരുതിയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. പക്ഷേ നീ ഒരു അസുരവിത്താണെന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സ്നേഹം നിറഞ്ഞ ഒരു അമ്മയുടെ മുഖം കൂടി അറിഞ്ഞുകൊണ്ട് നീ നന്ദിനെ കുഴിച്ചു. ഞാൻ പട്ടിയെ പോലെ വിളക്കുന്ന ഇറപ്പാറിയായ നിന്റെ സഹോദരന് ഞാനറിയാതെ നീ സംരക്ഷണം നൽകി. അവന് പണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പാവപ്പെട്ട എന്റെ മകളെ ഭീഷണിപ്പെടുത്തി നീ ബലിയാണാക്കി. ഒടുവിൽ അവളെ കൊല്ലാൻ നീ ഏർപ്പാട് ചെയ്തു. പക്ഷെ ഈശ്വരൻ എന്റെ ഭാഗത്താണടി. ഇതാ എല്ലാ വീടും കാണിച്ച് അവൾ എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. നീ ഒരുക്കിയ കെണിയിൽ നീ തന്നെ അകപ്പെട്ടു. ബാംഗ്ലൂരിലെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചിട്ട് പോന്ന എന്റെ മകളുടെ കുഞ്ഞിനെ നീ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ പെറ്റമ്മയുടെ അപേക്ഷ അനുസരിച്ച് നീ അറിയാതെ ആ കുഞ്ഞിനെ അവർ ഇവിടുത്തെ അനാഥാലയത്തിൽ എത്തിച്ചു. നിന്റെ കണ്ണിൽ പെടാത്തതുകൊണ്ട് ഇന്നും ജീവനോടിരിക്കുന്ന ആ കുഞ്ഞാടി ഇനി എന്റെ സ്വത്തിന് മുഴുവൻ അവകാശം. സാർ, അങ്ങാണോ ഗിരിജാവല്ലഭമേനോൻ? അതെ അങ്ങ് മേറ്ററിന് ഫോൺ ചെയ്തിരുന്നു. അതെ. ഇതാണ് സാർ മിനി, അങ്ങയുടെ മകളുടെ കുട്ടി. മിനി, ഇതാണ് മോളുടെ മുത്തച്ഛൻ. ചെല്ല്. മോളെ മോളെ ടീച്ചർ, വളരെ നന്ദി. ഇത് ഇവരുടെ ചുമതല എനിക്കാണ്. ക്ഷമിക്കണം സാർ, അങ്ങ് ഫോൺ ചെയ്തനുസരിച്ച് കുട്ടിയെ കാണിക്കാൻ കൊണ്ടുവന്നാണ്. അമ്മ ഒന്ന് എഴുതി കൊടുത്താൽ മാത്രമേ അനാഥാലയത്തിൽ നിന്ന് വിട്ടുതരുള്ളൂ. ഈ കാണുന്ന സ്വത്തുക്കൾക്കുള്ള അവകാശിയായ എന്റെ മിനിയെ ഞാൻ നീ അനാഥാലയത്തിലേക്ക് അയക്കണോ? വേണ്ട, നമുക്കവളെ നരകത്തിലേക്ക് അയക്കാം. അങ്ങ് പട്ടിയെ പോലെ വെറുക്കുന്നു എന്ന് പറഞ്ഞ അതേ മധുസൂദനൻ തന്നെ. എന്നെ പിടിച്ചു കൊടുത്താൽ 50,000 രൂപ സമ്മാനം കിട്ടും. എന്താ, ഒന്ന് നോക്കുന്നോ? അറിയോ? അല്ല, ക്ഷമിക്കണം. എന്നെയും എന്റെ പെങ്ങളെയും നിങ്ങൾ പോലീസിൽ എത്തിക്കാൻ പോവില്ലേ? അതിനു മുമ്പ് നമുക്കിങ്ങനെ കണക്കുകൾ പറഞ്ഞു തീർക്കാറുണ്ട്. കണക്കുകളോ? അതെ, കൊല്ലും കൊലയുടെ കണക്കുകൾ. അത് ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയായിരിക്കില്ല. നമുക്കെല്ലാവർക്കും കൂടി എന്റെ സംഘത്തിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരില്ല. വരും വരും. ഇവരെ ഇവിടെ വിട്ടിട്ട് പോയാൽ ഇവർ പോലീസിനെ അറിയിക്കും. ഞങ്ങൾ കുഴപ്പത്തിലാവും. അതുകൊണ്ടാണ് ആ ശല്യം വന്ന് തീർത്തത്. നോക്ക്, ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ എല്ലാവരുടെയും ഗതി ഇത് തന്നെയായിരിക്കും. മര്യാദയ്ക്ക് ശബ്ദമുണ്ടാക്കാതെ എല്ലാവരും പോയി വണ്ടിയിൽ കയറ്.
മേനോ സാറേ, ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടതാണ്. ഇവിടെ നിന്നും രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാനുള്ള അന്ത്യശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. പോലീസ് ഞങ്ങളെ നേർപോലെ പിന്തുടരുകയാണ്. അതുകൊണ്ട് ആ പത്രം കൊടുക്കൂ. നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും രജനിയുടെ പേർക്ക് ഇഷ്ടദാനം കൊടുത്തതായി അതിലെഴുതി ഒപ്പിട്ട് തരണം. ഇല്ല, എന്റെ സ്വത്തുക്കൾ ചില കാശ് പോലും ഞാൻ കൊടുക്കില്ല. അമിതമായി പണം ആര് വാരിക്കൂട്ടിയാലും ആപത്താണ് സാറേ. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പണമെല്ലാം കൂടെ കൊണ്ടുപോകും. നിങ്ങൾക്ക് ആലോചിക്കാൻ ഞാൻ 5 നിമിഷം തരുന്നു. 5 വർഷം വന്നാലും ഒരു തീരുമാനം മാറില്ല. ഓൾ റൈറ്റ്, ഗുഡ് ബൈ. മേനോ സാർ പോയ സ്ഥിതിക്ക് ഇനി ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് അപകടമാണ്. കുഞ്ഞിനൊന്നും ചെയ്യരുത്. ഇല്ല, എന്നെ കൊന്നതിന് ശേഷമേ കുഞ്ഞിനെ തൊടാൻ നോക്കൂ. തെറ്റിലൂടെ വളർന്നവനാണ് ഞാൻ. തിരുത്താൻ ആരും ഉണ്ടായില്ല. എനിക്ക് മാപ്പ്. കുറ്റവാളികളെല്ലാം സ്റ്റേഷനിലേക്ക് അയച്ചു. യെസ് സർ. മിസ്റ്റർ മേനോന്റെ സ്ഥിതി എന്താ? അപകടം ഇല്ലെന്ന് തോന്നുന്നത്. മേനോൻ ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തിന്റെ മകളെയും ഉടനെ അവിടെ വരാൻ ഏർപ്പാടിക്കും. ഈ കുഞ്ഞിനെ കൂടി മേനോടൊന്ന് ചായക്കൂ. ക്ഷമിക്കൂ നിർമ്മലി, ഞാൻ നിന്നെ വളരെയേറെ നൊമ്പരപ്പെടുത്തി.
എന്നാലും എന്നോട് പോലും നിങ്ങൾ ഈ വിവരം പറഞ്ഞില്ലല്ലോ. സർവീസിലെ കാലാവധി കഴിഞ്ഞപ്പോ എനിക്ക് CBI ഉദ്യോഗം കിട്ടി. ആദ്യമായി കിട്ടിയ ചുമതല ഈ കള്ളക്കടത്ത് സംഘത്തെ പിടികൂടാനായിരുന്നു. അത് വിജയപൂർവ്വം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കേണ്ടി വന്നു. നിങ്ങളെ കാണുന്നില്ലെന്ന് ഞാൻ പോയി പറഞ്ഞിട്ട് ചന്ദ്രൻ പോലും ഈ കാര്യം എന്നോട് ഒളിക്കായിരുന്നു. അതാണ് പോലീസിന്റെ അച്ചടക്കം. സ്വാധീനമില്ലാത്ത ഈ ഒരു കൈയും വെച്ച് നിങ്ങൾ എങ്ങനെ ഇതൊക്കെ ചെയ്തു? ഈശ്വരാനുഗ്രഹത്താൽ എന്റെ കൈക്ക് യാതൊരു കുഴപ്പവുമില്ല. ഒരു കൈയില്ലാത്തവനെന്ന് പറഞ്ഞാൽ ആരും സംശയിക്കില്ലെന്ന് കരുതി ഒരു തന്ത്രം പ്രയോഗിച്ചത്. ഇതാ ക്ഷമിക്കണം മിസ്റ്റർ തമ്പുരാൻ, എന്നെ ഈ വേഷത്തിൽ കാണേണ്ടി വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്താണല്ലോ പലപ്പോഴും സംഭവിക്കുന്നത്. എന്നെ കെണിയിൽ വീഴ്ത്താൻ നിങ്ങൾ എല്ലാവരും എല്ലാ കഴിവുകളും പ്രയോഗിച്ചു നോക്കി. പക്ഷേ കേരളത്തിലെ പോലീസിന് നിങ്ങളെക്കാൾ കഴിവുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായിരിക്കുമല്ലോ. ഇവരെ റിമാൻഡ് ചെയ്യിച്ചില്ലേ? യെസ് സർ. എന്നാൽ ഇവരെ സബ് ജയിലിലേക്ക് കൊണ്ടുപോയിക്കുള്ളൂ. പ്രഭാകരൻ നായർ, മേനോൻ ചേട്ടൻ എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ ഇരിക്കുന്നു മേനോൻ ചേട്ടൻ? എന്റെ വേദനയൊക്കെ മാറി. രക്തം ധാരാളം പോയതുകൊണ്ട് എനിക്ക് ഭയമായിരുന്നു. സാറേ, എനിക്കൊരു മൃതസഞ്ജീവിനിയെ കിട്ടി. എന്റെ കൊച്ചുമോള്. ഇവളുടെ കൂടെ സന്തോഷമായിട്ട് കുറച്ചാൾ കഴിയാതെ ഇനി ഈശ്വരൻ വിളിച്ചാലും ഞാൻ പോവില്ല. അതങ്ങോട്ട് കൊടുത്തേക്കൂ. ഇത് നമ്മുടെ പ്രാപ്തയല്ലേ? ഏമാന്റെ ഉത്തരവനുസരിച്ച് ഈ കേസ് അന്വേഷണത്തിന് ഞാൻ പ്രാപ്തരായിരുന്നു. ഇനി മാർക്ക് ലിസ്റ്റ് തിരിച്ച കേസിന് വേറെ പേരാ. അത് നാളെ മുതൽ സ്വീകരിക്കും. അതെന്ത് പേരാടോ? എന്ന് വെച്ചാൽ ഊളംപാറ ഉണ്ണായി വാരിക.